ജോബിൻ സെൽവാനോസ്. ജോബിൻ സെൽവാനോസ്. ഓക്കെ. വീട് ട്രിവാൻഡ്രം. വയസ്സ് 22. അൺമാരിഡ്. സിംഗിൾ, റെഡി ടു മിങ്കിൾ. അത് പറയില്ല. ഓക്കെ, അതെ. ശരി. ഓ ചേടാ, റെക്കോർഡ് ചെയ്തത് പോയി. ഹായ് ഓൾ, വെൽക്കം അഗെയിൻ. നമ്മൾ KPH ഹോസ്റ്റലാണ്. രാത്രി 12:30 നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഫ്രീസിങ് വാട്ടറിലാണ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 3-4 കണ്ടന്റ് ഷൂട്ട് ചെയ്തു. നാളെ എനിക്ക് ഹഡിൽ പോകണം. ഹഡിലിനെ പറ്റി പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഹഡിൽ 2024 സമയത്ത് എന്നെ ആദ്യമായിട്ട് ഫീച്ചർ ചെയ്തു. ജോബിൻ സെൽവാനോസിന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ അവസരം വന്നു എന്നുള്ള അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഹായ് എവരിവൺ, ഐ ആം ജോബിൻ സെൽവാനോസ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഹഡിൽ ഗ്ലോബൽ 2024 ഹഡിൽ ഗ്ലോബൽ 2024 എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊരു ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ്. കേരളത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇവൻ്റ് ആണ്. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത ഒരു സെൽഫി എടുത്താലോ? ജോബിനെ എന്റെ പൊന്ന്. വളരെ ബിഗ് ഫാൻ ആണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ ജോബിന് 22 വയസ്സാണ്. അപ്പോൾ ജോബിന് ആ ഒരു സ്റ്റുഡൻറ് ഇതിലൊരു വോയിസ് ഉണ്ട്. ആൻഡ് വാട്ട് ഐ ലൈക്ഡ് സിൻസ് ലാസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് യു ബീൻ ഒറേഷ്യസ്ലി ടോക്കിംഗ് അബൌട്ട് ആൻഡ് അഡ്വക്കേറ്റിംഗ് അബൌട്ട് ദ AI ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതെ, ഞാൻ പല കോളേജസ്/സ്കൂൾ/ പല സ്ഥലത്തൊക്കെ ആണെങ്കിലും സ്റ്റിൽ ടീച്ചിങ് അല്ലെങ്കിൽ ഇവൻ സംഭവമാണ്. അപ്പോൾ അവിടെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇൻ ദ ഇൻഡസ്ട്രി. അത് ഫ്രം മൈ കമ്പനി ഐ ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ടെൽ അബൌട്ട് ഇറ്റ് ആൻഡ് നമുക്ക് ഷെയറിങ്സ് ചെയ്യാൻ പറ്റും. ഫ്രം വേർ യു സീ തിങ്സ് ആർ ഗോയിങ് അതും ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊരു അറ്റംപ്റ്റ് ആണ്. അഗെയിൻ ഇത് കാണുന്ന ഓഡിയൻസ് ചിലപ്പോൾ ഇതിനെ എന്താ പറയുക കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പറയാം, ഇതൊക്കെ ഉണ്ടാവാം. ബട്ട് ഹോപ്പ്ഫുള്ളി ഇത് കണ്ട് അതിന്റെ ജെന്യൂൻ ഇൻട്രസ്റ്റോടെ ഉള്ള ആൾക്കാർ വലിയ രക്ഷപ്പെടും എന്നുള്ള ഉറപ്പാണ്. സോ ദാറ്റ് ഈസ് എൻ അറ്റംപ്റ്റ്. ഓക്കെ, അപ്പോൾ വെൽക്കം ജോബിൻ ടു ഇത്. Thank you Felix for the introduction and having me here in KPH. Nice ആണ്. KPH ഹോസ്റ്റലിൽ ഈ ഒരു വൈബായിട്ടുള്ള Now it's 2026. When people want to find something, a product, a service, or even a local business, they don't search Google anymore. They ask AI engines like ChatGPT, Gemini, or Perplexity. Instead of keywords, they ask questions. Suggest a reliable brand for baby products. Which is the best restaurant in Kochi right now? What's a good budget phone under 20,000 rupees? AI doesn't show links. It gives direct answers and recommendations. That changes everything. Earlier, businesses optimized for search rankings. Now, they need to be visible inside AI answers. And that's where FSEO comes in. FSEO helps any business, brands, agencies, SaaS, or local stores get discovered on ChatGPT and other LLMs. Because in the AI era, if you're not part of the answer, you don't exist. Check out FSEO.ai. Now, back to the video. ജോബിൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഐ തിങ്ക് വൺ ഓഫ് ദ യങ്ങസ്റ്റ് ആണ് ആൻഡ് നല്ല പ്ലേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. ആ ഒരു കമ്പനി പറ്റി ജസ്റ്റ് ബ്രീഫായി സ്റ്റാർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കുന്ന ഒരു സാധനമാണ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാലാണ് ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം. അല്ല, ഒരു സോഫ്റ്റ്വെയറിനെ ഇഷ്ടപ്പെട്ട് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് റിയൽ ഒരു എഞ്ചിനീയർ ആക്ച്വലി അവിടെ ക്രിയേറ്റ് ആവാം. ഞാനൊരു അൺകൺവെൻഷണൽ വേയിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത്. ഒരു 10 കഴിഞ്ഞ സമയം തൊട്ട് കോഡിങ് ഓൺലൈനായിട്ട് നോക്കി പഠിച്ച് പല അതായത് ഈ ഇന്റർനെറ്റും റിസോഴ്സസും എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇതാരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇതാണ് മേജറായിട്ട് ഈ സ്റ്റുഡൻസിനും എല്ലാവർക്കും മോസ്റ്റ്ലി ഉള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യണത്. ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് യൂസ് ചെയ്തു, അതിനെ ലിവറേജ് ചെയ്തു എന്നുള്ളൊരു ചെറിയൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്തോളൂ. ബട്ട് അതിൽ നിന്ന് എനിക്കൊരു വലിയൊരു ജോബ് സെറ്റ് ചെയ്യാൻ പറ്റി. അതും കാർ വാങ്ങിച്ചു 18ാമത്തെ വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി അതിന്റെ പേരിൽ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് കിട്ടി. അതുപോലെ തന്നെ പല ഡ്രീംസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരു സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഈ ഒരു ടീനേജ് കഴിഞ്ഞു ഒരു അഡൽട്ട്ഹുഡിലേക്ക് കയറുമ്പോൾ ഒരുപാട് ഡ്രീംസ് ഉണ്ടല്ലോ. അതെല്ലാം നമുക്ക്
സെറ്റ് ആക്കാനുള്ള ഒരു ഫണ്ട്, അതിന് പുറത്ത് നമുക്ക് കൂടുതൽ ഇമ്പാക്ട് വരുന്ന പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീഡം ഉണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത് ആ ഒരു അൺകൺവെൻഷണൽ വെയിലാണ്. അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എവിടെ വർക്ക് ചെയ്യുന്നത്? ഓക്കെ, കറന്റ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് UK ബേസ്ഡ് ഒരു കമ്പനിയിൽ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണ്, ലീഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവിടെ. അപ്പോൾ അവിടെ 2 പ്രൊജക്ട് ലീഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊജക്ട് വന്നിട്ട് അവിടുത്തെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ് ആക്ച്വലി. അതായത് ലൈക്ക് നമ്മളെ ഇവിടെ കസ്റ്റംസ് ക്ലിയറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ HMRC എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ സൈറ്റിൽ ഒരു 10-200 ഫീൽഡ് ഫില്ല് ചെയ്യണം നമുക്ക്, ഒരു ഇമ്പോർട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട്, ഒരു കണ്ടെയ്നർ ഇറക്കാൻ അല്ലെങ്കിൽ കയറ്റി വിടാൻ. ബട്ട് അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്. അതായത് ഒരു കണ്ടെയ്നറിന് ഇത്രയും ഫീൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. ബട്ട് അതിന് പകരം നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു API റാപ്പർ ആയിരുന്നു ഇനിഷ്യലി. ഞാൻ കയറിയ സമയത്ത് HMRCയുടെ API ഉണ്ടായിരുന്നു. നമ്മൾ UK ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ അതുപോലെ 200 ഫീൽഡിൽ സാധനം കയറ്റി വിടുന്നു. ഇവഞ്ച്വലി ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് അപ്പോഴും ഞാൻ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരുന്നു, ഒരു ഫ്രഷറായിട്ട് കയറിയതായിരുന്നു. ഫ്രഷറായിട്ട് കയറിയെങ്കിലും ആ ഒരു സമയത്ത് എനിക്ക് 12 LP ഉണ്ടായിരുന്നു. ബട്ട് അന്നൊരു ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊജക്ട് ആയിരുന്നു. ഇന്ത്യൻ കമ്പനിയിൽ ഒരു പ്രൊജക്ട് ആയിട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ട് ആയിരുന്നു അത്, കോൺട്രാക്ട്സ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. അപ്പോൾ ആ ഒരു പ്രൊജക്ട് അവിടെ നിന്ന് ഇവോൾവ് ആയി കഴിഞ്ഞ 1.5 മാസം മുമ്പ്, 1.5-2 മാസം മുമ്പ് അത് 200 ഫീൽഡിൽ നിന്ന് 20 ഫീൽഡിലോട്ട് നമ്മൾ എത്തിച്ചു. ഈ 1.5 മാസം മുമ്പ് നമ്മളൊരു ഡിപ്ലോയ്മെന്റ് ചെയ്തതിൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു സ്ലിപ്പ് കിട്ടും, അത് മാത്രം ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് അത് ബാക്കി എല്ലാം AI ഫില്ല് ചെയ്തോളൂ. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ഒരു പ്രൊഡക്റ്റ് ഫുള്ളി ബിൽഡ് ചെയ്ത പ്രോസസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു പുതിയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ജസ്റ്റ് ഒരു ഫിൻടെക് അല്ലെന്നുണ്ടെങ്കിൽ ഫിൻടെക്കും അല്ല, ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോൺ ലെൻഡറിങ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ കയറിയതിനു ശേഷം ഞാൻ പിന്നെ ഒന്ന് കൺസൾട്ടന്റ് എന്നുള്ള രീതിയിലോട്ട് മാറി. ഫുൾ ടൈം ഞാൻ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതിന് പ്ലസ് പല കമ്പനീസിനും ടെക് അഡ്വക്കേസി ലൈക്ക് സൊല്യൂഷൻ ഏത് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുക, ടീം ബിൽഡിംഗ് അങ്ങനത്തെ കാര്യത്തിൽ ഇനിഷ്യൽ ഫേസിൽ വർക്ക് ചെയ്യും, അതിനുശേഷം മൂവ് ഓൺ ചെയ്യും. ആ രീതിയിൽ പ്രോബ്ലം സോൾവിങ് എനിക്കൊരു തലയ്ക്ക് പിടിച്ചൊരു സമയമായിരുന്നു. പിന്നെ ഈ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ഫ്രീലാൻസിംഗിൽ വർക്ക് എടുത്ത ഒരു 15ഓളം ടീം മെമ്പേഴ്സ് എനിക്കുണ്ടായിരുന്നു. ഞാനൊരു കമ്പനിയായിട്ടോ സർവീസ് ഏജൻസി ആയിട്ടോ ഞാൻ ബിൽഡ് ചെയ്തില്ല. കാരണം എനിക്ക് സർവീസ് കമ്പനി ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് പ്രൊഡക്റ്റ് ആണ് ഇവഞ്ച്വലി ഒരു സംഭവം. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് പഠിക്കണം, പലരുമായിട്ട് വർക്ക് ചെയ്യണം, പല ആൾക്കാരെ മനസ്സിലാക്കണം, നെറ്റ്വർക്ക് ചെയ്യണം, പല പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. ബട്ട് എനിക്ക് ഐഡിയ ഇല്ല, മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കാം, അതിൽ പറ്റുന്ന തെറ്റ് എന്റെ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കാതിരിക്കാം, മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ പല പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തു, പല ക്ലയൻസിനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു 10-15 ഒരു ടീം ബിൽഡ് ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ അതൊന്നൊക്കെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഇപ്പൊ സർവീസ് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫുൾ ടൈം ജോബ് ഉണ്ട്, അതിൽ ഞാൻ ഇപ്പോൾ ഒരു 3 to 4 hours ഒക്കെ ഡെയിലി ബില്ല് ചെയ്യാറുള്ളൂ. ആ ഒരു രീതിയിലോട്ട് വന്നു. പിന്നെ കണ്ടന്റ് ക്രിയേഷൻ ഞാനൊരു 7-8 സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പല കണ്ടന്റ്സും ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അതിപ്പോൾ ഇവോൾവ് ആയി ഞാൻ ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഫേസ് ആയിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ AI ടൂൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അതെല്ലാം ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറത്ത് ഞാൻ പ്രൊഡക്ഷൻ ഗ്രേഡിൽ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2 പ്രൊജക്ട്സ് ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളെല്ലാം അതായത് ഒരു ക്വാളിറ്റിയോടെ AI യൂസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ വൈറ്റ് കോഡിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് ലോങ് ഡെഫിനിഷൻ കാര്യങ്ങളായിരുന്നു. പക്ഷെ സിമ്പിളായി എനിക്ക് തോന്നുന്നു ഇപ്പോ ആ ഒരു എന്താ പറയുക ത്രൂ ദ കണ്ടന്റ് എഫേർട്സ് ത്രൂ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്ന ഒരു ഇൻഫോർമേഷൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ പോലെ കോഡിങ് അല്ല, ഒരു വൈറ്റ് കോഡിങ് അല്ലെങ്കിൽ AI ഫെമിലൈസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു റിയൽ യൂസ് കേസ് ഞങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ എല്ലാവരും വൈറ്റ് കോഡ് ചെയ്യണം, മാൻഡറ്ററി ആണ്. കാരണം ഈവൻ എഡിറ്റ് ചെയ്യുന്ന ആൾ തന്നെ അവരെന്നെ ഉണ്ടാക്കിയ ടൂൾ വെച്ചിട്ട് തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾ അതായത് പ്രോംപ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യും, പ്രോംപ്റ്റ് ടൂൾ ഉണ്ടാക്കി. അപ്പൊ ജിമ്മിയോട് പോയി അപ്പൊ യൂസ്വലി ടൈം ലൈൻ ബേസ്ഡ് ആണ് എഡിറ്റ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം ഐഡന്റിഫൈ ചെയ്ത് ക്ലിപ്പാക്കി വരും. ഇന്റർനെറ്റ് ഉണ്ടാക്കിയ ടൂളാണ്. എസെൻഷ്യലി നമ്മൾക്ക് ഓരോ റോളിലും ആ വർക്ക് ചെയ്യുന്ന ആ കോണ്ടെക്സ്റ്റ് പരമാവധി ഉണ്ടാവും. ദെൻ ദേ കുഡ് ഇവൻച്വലി ബിൽഡ് സം ഇന്റർണൽ ടൂൾസ് ടു സിംപ്ലിഫൈ ദ ടൈം. അവിടെ ഈ പറഞ്ഞ സെക്യൂരിറ്റി സാധനങ്ങളൊന്നും ബട്ട് കാര്യം പണി നടക്കും, വിച്ച് വിൽ സേവ് ദ ടൈം ബൈ 10 hours ഈക്വലന്റ് സാധനമാണ്. അപ്പൊ ആ ഒരു സാധന അങ്ങനെയാണ് വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് പലർക്കും അറിയത്തില്ല. ആ സാധനമാണ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു അറ്റംപ്റ്റും കൂടിയാണ്. സോ ദാറ്റ് ദിസ് ഈസ് ഹൗ തിങ്സ് ആർ ഹാപ്പനിങ്. ആൻഡ് ഐ മീൻ ഈ ഇതിലേക്കുള്ള മൈൻഡ് സെറ്റും ഇതിലുള്ള ഒരു അഡാപ്റ്റബിലിറ്റി ഓഫ് ലോട്ട് ഓഫ് തിങ്സ്. ഈവൻ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് ഓക്കെ ഇനി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പഠിച്ചിട്ട് കാര്യമില്ല, തൊട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് ഡീബങ്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈവൻ കുറച്ച് ആൾക്കാരോട് ഉണ്ട് ഓൾറെഡി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അവരോട് നമുക്ക് ചോദിക്കാനും പറ്റിയ അവസരം കൂടിയാണ്. സോ ഓവർ ടു യു.
ഓക്കെ, ലൈക്ക് സോഫ്റ്റ്വെയർ എപ്പോഴും നമ്മുടെ ഓരോ പ്രോസസ്സ് സിമ്പിൾ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു കോർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യുക. ലൈക്ക് ബൈനറിയിലാണ് കമ്പ്യൂട്ടേഴ്സ് സംസാരിക്കുന്നത്. അതിപ്പോൾ കമ്പ്യൂട്ടർ ബൈനറി ആയതുകൊണ്ട് നമ്മൾ ബൈനറി പഠിക്കണം എന്നുള്ളൊരു നിർബന്ധമില്ല എന്നുള്ള സംഭവം വന്നപ്പോഴാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലോട്ട് വന്നത്. ഇനിഷ്യലി പഞ്ച് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പഞ്ച് കാർഡിൽ അറിയാലോ, ഓണിന് ജസ്റ്റ് പ്ലെയിനും അല്ലാതെ ഓഫിന് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് ആ ഒരു രീതിയിലാണല്ലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ബൈനറിയിൽ കോഡ് ചെയ്ത് തുടങ്ങി. പിന്നെ ലോ ലെവലിലുള്ള ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വന്നു, ഹൈ ലെവൽ വന്നു. ആ ഒരു രീതിയിൽ ഓരോന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇവോൾവ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വന്നൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, പ്രോഗ്രാം ബിൽഡ് ചെയ്ത് തരുന്നു. അപ്പോൾ ഇവഞ്ച്വലി ആർക്കും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം എന്നുള്ളൊരു ഡെമോക്രറ്റൈസേഷൻ എന്നൊക്കെ പറയാം. ബിൽഡിങ്ങിനുള്ള ഒരു ഫ്രീഡം. പണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ കിരൺ പറഞ്ഞതുപോലെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം എന്നുള്ളൊരു ഫ്രീഡമാണ്. മുമ്പൊരു അടിപൊളി ക്യാമറ വേണം, ഫിലിം വേണം, അത് അറിയാവുന്നവർക്ക് അപ്പക്ചർ എന്താണ്, ISO എന്താണ്, അതൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ ക്യാമറ യൂസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും അവരുടെ മൊമെന്റ്സ് ആയാലും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അവർക്ക് അതൊരു ഫീലിംഗ് ആണല്ലേ. അതായത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും ഒരു പ്രൊഡക്റ്റ് വേണം. അപ്പോൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യണ ഈ ഒരു AI ഫേസിനൊക്കെ മുമ്പ് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ എനിക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഒരിക്കലും പറ്റത്തില്ല. അല്ല, എന്റെ കേസല്ല, ഇപ്പൊ ഒരു നോർമൽ ഒരാൾ ഉണ്ട്, അയാൾക്കൊരു പ്രോഗ്രാം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. പുള്ളി ഒരു കമ്പനീനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീലാൻസറിനെ അപ്രോച്ച് ചെയ്യണം. ആ ഒരു വ്യക്തി ആ ഒരു ഐഡിയേനെ പ്രൊജക്ട് മാനേജറിലോട്ട് എത്തിക്കണം. അത് കഴിഞ്ഞ് മേ ബി താഴോട്ടുള്ള ലെവലിലുള്ള ഡെവലപ്പേഴ്സിലോട്ട് എത്തുമ്പോൾ ഇവരുടെ ഒരു കോണ്ടസ്റ്റേ മാറും. ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും മേ ബി അറിയാവുന്ന എനിക്ക് ഇതല്ലായിരുന്നു ബിൽഡ് ചെയ്യേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇനിഷ്യലി ഉണ്ടായിരുന്ന ആളുടെ ഫുൾ വിഷനിൽ ആയിരിക്കത്തില്ല മേ ബി ബിൽഡ് ചെയ്യണത്. ബട്ട് വന്നൊരു മൊമെന്റിൽ നമുക്ക് എനിക്കെന്ത് വേണം ആ ഒരു സാധനം എനിക്ക് തന്നെ കോഡ് ചെയ്ത് സാധനം എടുക്കാം. ഇപ്പൊ ഈയിടയ്ക്ക് ഞാനൊരു ക്ലയന്റുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് UI ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഒരു UIUXന് ആളെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആളെ തപ്പിയായിരുന്നു. ആക്ച്വലി ലിറ്ററലി 2-3 ദിവസം തപ്പി എന്റെ പുള്ളിയായിട്ട് ബഡ്ജറ്റ് മാച്ച് ചെയ്യുന്ന ഒരാളെ തപ്പുകയായിരുന്നു. പുള്ളി UX പൈലറ്റോ അങ്ങനെ ഏതൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഫുൾ സ്ക്രീൻസ് ഉണ്ടാക്കി തന്നിട്ട് എന്റെ ചെയ്തുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഓക്കെ, പുള്ളിയുടെ വിഷൻ എല്ലാം ഉണ്ട്, പുള്ളിക്ക് അത് ഓക്കെയാണ്. മനസ്സിലായില്ലേ? വെച്ച് പുള്ളിയുടെ ഫുൾ വിഷൻ പുള്ളി ഉണ്ടാക്കി തന്നു. അതിനി ഞാനൊന്ന് നോക്കിയിട്ടൊരു UX എക്സ്പീരിയൻസ് വേണ്ടി മാത്രം ഒരു എക്സ്പീരിയൻസ്ഡ് ആളെ കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്താൽ മാത്രം മതി, ആ ഒരു രീതിയിലോട്ടാക്കി തന്നെ. അതുപോലെ സോഫ്റ്റ്വെയറുടെ കേസിലും ഈ ഒരു ഇമ്പാക്ട് ആണ് ആക്ച്വലി നടക്കുന്നത്. ഇപ്പം ബ്രോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡിറ്റേഴ്സിന്റെ ഇടയിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമെങ്കിൽ അവരത് വേറെ ഒരാളത്ത് പറയേണ്ട കാര്യമില്ല. അവർക്ക് തന്നെ ഒരു ഇന്റേണലി ഉണ്ടാക്കുക. അതൊരു പ്രോട്ടോടൈപ്പ് ആണ്. പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. എനിക്ക് കുറെ അതായത് ഈ ഓരോ റോളും ഇൻ ദ ഓർഗനൈസേഷൻ വൺസ് AI ടൂൾസ് അവര് തന്നെ ടൂൾസ് ഉണ്ടാക്കി വരും. ഇപ്പൊ എന്നോട് പോയിട്ട് വീഡിയോ എഡിറ്റിംഗ് ടൂൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റില്ല. കോണ്ടെക്സ്റ്റ് ആ ഒരു ഇതില്ല. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കിയാലും ഞാൻ ഇവരുടെ ഒരുപാട് നോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ പിന്നെയാണ് അതിന്റെ കിട്ടുക. ഇവര് ആണ് ആ പ്രൊഡക്റ്റ് അറ്റ് ദി എൻഡ് യൂസ് ചെയ്യേണ്ടത്. അതെ. അപ്പൊ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്റെ ഒരു ഹൈപ്പോസിസ് ആണ്, ഐ മീൻ ഇറ്റ് കുഡ് ബി റോങ് ആസ് വെൽ. അതായത് എവറി റോൾ ഇൻ ദ കമ്പനി, കമ്പനി മാത്രമല്ല മേ ബി ഇൻഡസ്ട്രി ആയും അവിടെ ആയാലും ഒരു AI കേപ്പബിലിറ്റി ഉള്ള മിനിമം ഒരു സാധനം ഉണ്ടെങ്കിൽ അവിടെ ദേ കുഡ് റിയലി സ്റ്റാൻഡ് ഔട്ട്. അതെ, സത്യം. എല്ലാത്തിലും AI കേപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം റിയലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് AI യൂസ് ചെയ്യാതെ ഒരാളെ റീപ്ലേസ് ചെയ്യാതെ നമ്മൾ ഒരുപാട് ആളുകൊണ്ട് കേൾക്കണതാണ്. അത് നമുക്ക് ആക്ച്വലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ. അതെ, ആ സാധനം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മള് ഇറ്റ് മേഡ് ടു ദ പോയിന്റ് വേർ നമ്മൾ ഹയർ ചെയ്യുന്ന ക്രൈറ്റീരിയയില് ഡു യു AI വൈപ്പ് കോഡ്. ഞാൻ ലിറ്ററലി ഇപ്പൊ ചോദിക്കാതെ ഇപ്പൊ ഇനി ആരെങ്കിലും ഹയർ ചെയ്യുമ്പോൾ AI യൂസ് അതായത് വൈപ്പ് കോഡിന് സംഭവം ഇടും, എന്നിട്ട് അവരെ കൊണ്ട് വൈപ്പ് കോഡ് ഉണ്ടാക്കിയിട്ടുള്ള സാധനം വെർസലിൽ ഹോസ്റ്റ് ചെയ്തിട്ട് ലിങ്ക് വെക്കാൻ പറയും. എന്നിട്ട് അതിന്റെ ഗിറ്റ്ഹബിൽ ഹോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡഡ് സെഷൻ അയച്ചു തരാൻ പറയും. സോ അവിടെ 2-3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഐ മീൻ അവർക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് ഇത് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഡിസൈൻ എസ്തെറ്റിക് ഉണ്ടോ, പ്ലസ് ഒപ്പം തന്നെ ഇവിടെ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ മീൻ ചുമ്മാ വൈപ്പ് കോഡ് ചെയ്ത് ചേഞ്ച് വരുത്തുമ്പോൾ ചിലപ്പോ അല്ല ഇത്രയും കോഡിങ് നോളജും വേണം. അതാണ് അനദർ തിങ്. അത് ചിലപ്പോൾ തെറ്റിദ്ധാരണ തോന്നിയിട്ടുണ്ടോ? അതെ, അവിടെ തെറ്റിദ്ധാരണ വരുമില്ല. നമുക്ക് പല ടൈപ്പിൽ ഓഫ് വൈപ്പ് കോഡിംഗ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വെബ് ആപ്പ് ബിൽഡേഴ്സ് ആണ്. അവിടെയാണ് ലവബിള്, അതുപോലെ ബോൾട്ട് അങ്ങനത്തെ ഓരോ ടൂൾസ് വരാം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോഡിങ്ങിന്റെ ഒരു ഫണ്ടമെന്റൽ അറിയണ്ട. പക്ഷെ എന്താണ് ക്ലയന്റ്, എന്താണ് സെർവർ, ഡേറ്റാബേസ് എന്താണ്, ഇങ്ങനെ കുറച്ച് ഫണ്ടമെന്റൽസ് അറിഞ്ഞിരിക്കണം. നമുക്ക് വൈപ്പ് കോഡിങ്ങിനെ അതിന്റെ ഫണ്ടമെന്റൽസ് എന്നൊക്കെ പറയാം. അല്ല നമ്മളിപ്പോ കർസർ പോലത്തെ ടൂള് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ഒരു വൈപ്പ് കോഡ് ചെയ്യണേന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് ശേഷം ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്.
ഇപ്പോൾ വെബ് ബിൽഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അതിനിഷ്ടമുള്ള ടെക്സ്റ്റ് സ്റ്റാക്ക് എടുക്കും, ബിൽഡ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് കാണിച്ചു തരാം. ബട്ട് കർസർ പോലത്തെ ടൂൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു എന്താണ്, റിയാക്ട് യൂസ് ചെയ്യണോ, Nest.js യൂസ് ചെയ്യണോ, ബാക്ക് എൻഡ് ഏത് യൂസ് ചെയ്യണം എന്നൊരു ചെറിയൊരു ഐഡിയ. അതും ഇപ്പോൾ യൂസ് ചെയ്ത് എന്റെ അടുത്ത് തന്നെ അഡ്വൈസ് ചോദിച്ച് ആക്ട് ആസ് എ CTO എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് തരുന്നു, നമ്മൾ ബിൽഡ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ സാധനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കർസർ അതുപോലെ തന്നെ വിൻസർഫ് പോലത്തെ ടൂളൊക്കെ യൂസ് ചെയ്ത് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഗ്രേഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല ലാർജ് സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ വെറുതെ വൈപ്പ് കോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്, അതും ഇവഞ്ച്വലി മാറണം എന്നതാണ് ആഗ്രഹം. ബട്ട് എന്തുമാത്രം നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് നടക്കുമെന്ന് അറിയത്തില്ല. ബട്ട് അത് ഇവോൾവിങ് സ്റ്റേജിലാണല്ലോ നമ്മൾ. അത് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വൈപ്പ് കോഡ് ചെയ്യാതിരിക്കരുത്. മനസ്സിലായില്ലേ? രണ്ട് സ്റ്റേജസ് ആണ്. അപ്പോൾ ഇതിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും വൈപ്പ് കോഡിങ്ങും അസിസ്റ്റഡ് പ്രോഗ്രാമിംഗും രണ്ടാണ്. അപ്പോൾ അസിസ്റ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾറെഡി ഉള്ള കോഡ് ബേസ് അല്ലെന്നുണ്ടെങ്കിൽ കോഡ് ബേസ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവരുടെ ഒരു ആർട്ട് വർക്കാണ് ലിറ്ററലി. ഡേറ്റ ഏത് രീതിയിൽ ഫ്ലോ ചെയ്യണം, ഏത് രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ സെലക്ട് ചെയ്യണം. പല രീതിയിലുള്ള ആർക്കിടെക്ചർ ഉണ്ട്. ക്ലീൻ എടുക്കണോ, MVC എടുക്കണോ, അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അപ്പോൾ ആ ഒരു ആർക്കിടെക്ചർ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് ഒരു കോഡ് ചെയ്ത് അതിന്റെ കോഡിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കായിരിക്കും അങ്ങനെ വരുന്ന കേസസിൽ. അപ്പോൾ ഓരോ ലൈൻ ഓഫ് കോഡും തരുന്നതിന് അങ്ങനെ ചെയ്തു പോകുന്ന ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും ഒരു ലാർജ് സ്കെയിലിൽ പോകുന്നതിന് നല്ലത്. ബട്ട് പ്രോട്ടോടൈപ്സിന് എപ്പോഴും ഈ ഒരു രീതിയിൽ ബിൽഡ് ചെയ്ത് പോകുന്നതാണ് നല്ലത്, ആ ഒരു രീതിയിൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ടു ദ ഓഡിയൻസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഐ മീൻ, നിങ്ങൾ വെബ് കോഡിങ് ചെയ്യുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ്? കോഡ് ക്വാളിറ്റി ഭയങ്കര ഒരു മെയിൻ്റെനൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ടാസ്കിൽ പ്രോജക്റ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏജന്റിക് മോഡൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നു, കോഡ് ക്വാളിറ്റി മൈൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് അല്ലെ കംപ്ലീറ്റ് ചെയ്തില്ല റൈറ്റ് ചെയ്യുന്നതിന്റെ ഒരു അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അതിൽ എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഓക്കെ. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കോഡ് ക്വാളിറ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. കോഡ് ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഏജന്റ് കുറച്ച് കോഡ് ചെയ്ത് തന്ന് ഒരു സെർട്ടൻ എത്തിയിട്ട് നമ്മൾ പിന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യാത്തൊരവസ്ഥ എത്തുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോയി നമ്മൾ തന്നെ റീറൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം അല്ലേ അതില്ലേ? റൈറ്റിന്റെ കോഡ് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടും. പിന്നെ നമ്മൾ തന്നെ റീറൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഓക്കെ, അതെന്ന് പറയാം. ഓക്കെ, അതായത് എഴുതുന്ന കോഡ് ഒരു പരിധി ആകുമ്പോൾ പൊട്ടി തുടങ്ങും. ആ ഒരു മൊമെന്റിൽ നമുക്ക് ഒരു റീറൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ വൈപ്പ് കോഡ് ചെയ്ത് പോകുമ്പോൾ ആക്ച്വലി അത് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇപ്പോൾ വൈപ്പ് കോഡിങ്ങിന്റെ കൺസെപ്റ്റ് ഇറക്കിയായിരുന്നു, പുള്ളിയുടെ പേര് വന്നല്ലോ, ടെസ്ല എംപ്ലോയി ലൈക്ക് ആന്ത്രേഷ് കർപ്പതി. ആന്ത്രേഷ് കർപ്പതി ലിറ്ററലി അവർ എക്സ്പോസ്റ്റിൽ ഇട്ടത് ലൈക്ക് കോഡിനെ നോക്കണില്ല, LLM വെച്ച് കോഡ് ചെയ്യുന്നതാണ്. അത് വൈപ്പ് കോഡിംഗ് ആണ്. വൈപ്പ് കോഡിങ്ങിൽ വരുമ്പോൾ കോഡിനെ നോക്കണ്ട, കോഡ് ക്വാളിറ്റി നോക്കണ്ട, അതാണ് വൈപ്പ് കോഡിങ്. അല്ല അസിസ്റ്റഡ് പ്രോഗ്രാമിലോട്ട് വരുമ്പോഴാണ് ഒരു റിയൽ ബിൽഡർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിയൽ എഞ്ചിനീയറിംഗ് ഒക്കെ അവിടെ ചെറുതായിട്ട് അപ്ലൈ ആവാം, അതിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ ആവശ്യമുള്ള ഒരു ഏരിയ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ ഇപ്പം അസിസ്റ്റഡ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോഡിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. ഇപ്പൊ എത്ര ഏജന്റ് തന്നാലും നമ്മൾ ആ ഒരു കോഡ് എന്താണ് ചെയ്തു തരണേന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അവിടെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, കോണ്ടസ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നത്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആക്ച്വലി ഡെഡ് ആയെന്ന് നമുക്ക് ആക്ച്വലി പറയാം. കാരണം മോഡൽസ് അടിപൊളി ആയിക്കൊണ്ട് വരുന്നത് കൊണ്ട് നമ്മളൊരു കുഴപ്പമില്ലാത്തൊരു പ്രോംപ്റ്റ് കൊടുത്താലും ഇപ്പം ബെറ്റർ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോണ്ടസ്റ്റ് എഞ്ചിനീയറിംഗിലാണ് കുറച്ചും കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം ലൈക്ക് കോണ്ടസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പ്രോപ്പർലി ഫിലിപ്സ് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ വൈപ്പ് കോഡിങ്ങിനെ പറ്റി ഇതിനെപ്പറ്റിയും സംസാരിക്കാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയേ പറയത്തുള്ളൂ, വൈപ്പ് കോഡിങ്ങിനെ പറ്റി സംസാരിക്കത്തില്ല. അതുപോലെ ഈ LLM മോഡലിന് നമുക്കൊരു ഗോളുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ പ്രൊഡക്റ്റ് ഈ ഒരു ക്രൈറ്റീരിയയിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി കോഡ് എഴുതണം എന്നുള്ളൊരു സംഭവം നമുക്കറിയാലോ. അപ്പോൾ ഏത് ക്രൈറ്റീരിയയിലാണ് എഴുതേണ്ടത്, എൻ്റെ ഗോള് നമ്മൾ LLM മോഡലിന് പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, അതിനൊരു എൻഡ് ഗോളുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. ഫില്ല് ചെയ്യുമ്പോൾ എക്ക് ക്രിയേറ്റിവിറ്റി വരും, അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും, അടിപൊളിയായിട്ട് ചെയ്തു തരും. ചിലപ്പോൾ ഹാലുസിനേറ്റ് ചെയ്യും. ഹാലുസിനേറ്റ് ചെയ്യുന്നിടത്താണ് ഈ പ്രോബ്ലംസ് വന്നു തുടങ്ങുന്നത്. അതിനാണ് ഉദ്ദേശിച്ചത് ഉത്തരം കൃത്യം, അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇനി ഒരു പോയിന്റ് കൊണ്ടുണ്ടല്ലേ. ഹലോ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം കൂടെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ കോഡ് ചെയ്ത് വരും,
ഇങ്ങനെ നമ്മൾ കോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓരോ കൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ കോഡ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണില്ലെന്ന് തോന്നിയാൽ നമുക്കിപ്പോൾ കർസർ ആണെന്നുണ്ടെങ്കിൽ കർസർ റൂൾസിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയുള്ള റൂൾസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മുടെ AI മോഡൽ ഒരു ഏത് പുതിയ AI ഇപ്പം ജെമിനി 3 ഇന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ അതും എൻ്റെ റൂൾസിനെ ഫോളോ ചെയ്തേ കോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ മുമ്പ് വന്നുകൊണ്ടിരുന്ന പ്രോബ്ലംസ് എനിക്ക് വരാത്തുള്ള രീതിയിൽ എനിക്ക് കോഡ് ചെയ്താൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. ഇപ്പം ലിറ്ററലി ഞാൻ കഴിഞ്ഞൊരു 6-7 മാസമായിട്ട് ലിറ്ററലി ഞാൻ കോഡ് ചെയ്യുന്നില്ല. എൻ്റെ പ്രൊജക്റ്റിലെ കോഡ് പോലും ഞാൻ AI വെച്ചാണ് ചെയ്യുന്നത്. ലിറ്ററലി ഒരു പുതിയ ലൈൻ ഓഫ് കോഡ് എനിക്കൊരു മാപ്പ് ഫംഗ്ഷൻ ലിറ്ററലി ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോലും ഞാൻ LLM-നെ പണിയെടുപ്പിക്കുകയാണ്, എക്സ്ഹോസ്റ്റ് ചെയ്യണമെന്ന് പറയാൻ വേണമെങ്കിൽ. ഇൻട്രസ്റ്റിംഗ്. ഒരു പ്യൂർ ബിഗിനർ വൈറ്റ് കോഡ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തു. അത് ഡിപ്ലോയ് ചെയ്യുന്ന കേസിലേക്ക് വരുമ്പോഴേക്ക് ENV ഇതുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൺസോൾ AWS വെബ്സൈറ്റ് പോകുന്നു, അല്ലെങ്കിൽ വേഴ്സൺ വെബ്സൈറ്റ്, അങ്ങനെ എല്ലാ വെബ്സൈറ്റിലും പോയി സാധനം ഡിപ്ലോയ് ചെയ്യണമല്ലോ. ആ ഒരു നോളജ് ഗ്യാപ്പ് ഇല്ല വൈറ്റ് കോഡ്. അത് സോൾവ് ചെയ്യുന്ന വഴിയാണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വൈബ് കോഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് എന്താ പറയാ ഡിപ്ലോയ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നോളജ് ഗ്യാപ്പാണ്. അപ്പോൾ ആ നോളജ് വേഗം കവർ ചെയ്യാൻ പറ്റില്ലേ? ആ ഒരു നോളജ് ഗ്യാപ്പ് ഇപ്പം 2 രീതിയിലുണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെയുള്ളവർക്ക് അത്ര ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ലവബിൾ പോലത്തെ ടൂൾസ് യൂസ് ചെയ്താൽ മതി. മനസ്സിലായി? ലവബിൾ അങ്ങനത്തെ വെബ് ആപ്പ് ബിൽഡേഴ്സിലോട്ട് ഇനിഷ്യലി പോയാൽ മതി. നമ്മളൊന്ന് ബിൽഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഡിപ്ലോയ്മെന്റ് എന്താണ് അതെന്താണ് എന്നൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വരും. അല്ല ഒരു കുറച്ച് അടിപൊളി ഒരു മിഡ് സ്കെയിൽ സാധനമൊക്കെയാണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈസിലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക, എങ്ങനെ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാം, വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാം, ഇതിനെങ്ങനെ ഗിറ്റിലോട്ട് ഇടാം, ഗിറ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇതിനെ സെർവറിലോട്ട് എത്തിക്കാം, ഇതിലെങ്ങനെ ഒരു CI/CD പൈപ്പ് ലൈൻ കൊണ്ടുവരാം, ഇങ്ങനത്തെ സാധനം ബേസിക്കലി ഒന്ന് പഠിച്ചാൽ മതി. ഇപ്പൊ CI/CD പൈപ്പ് ലൈൻ എന്താണെന്നൊന്നും അവർക്ക് അറിയത്തില്ല ബിഗിനറിന്. അവരൊന്ന് സെർച്ച് ചെയ്താൽ മതി, CI/CD പൈപ്പ് ലൈൻ GPT തന്നെ പറഞ്ഞു കൊടുക്കും. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഈസി വേ ഇസ് ഒരു ഇമേജ് ഉണ്ടാക്കുക, ഡോക്കർ ഇമേജ് ഉണ്ടാക്കുക, അതിനുശേഷം ഏതെങ്കിലും ഒരു ഗൂഗിൾ ഗിറ്റിലോട്ട് മാറ്റാം, അതിനുശേഷം അതിൽ നിന്ന് ഗൂഗിൾ സർവീസിലോട്ട് റെപ്പോസിറ്ററി ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. എക്സ്പെൻസീവ് ബട്ട് ഏത് വഴിയാണെങ്കിൽ നോക്കാം. എക്സ്പെൻസീവ് ആണെങ്കിൽ ഈ രീതിയിൽ നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെടുത്താൽ മതി, കുറച്ച് പഠിച്ചാൽ മതി. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഈവൻ കോഡ് അറിയാത്ത ഞാൻ 2-3 ടൂൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് അത് പൊട്ടും. അപ്പോൾ ഞാൻ കോഡിങ് ഇനി പഠിക്കണമെങ്കിൽ പൊട്ടാതിരിക്കുന്ന കുറച്ച് ടൂൾസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ജേർണി എങ്ങനെയായിരിക്കും, ഇതിന്റെ ലേണിംഗ് ജേർണി എങ്ങനെയായിരിക്കും? ഓക്കെ, ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ഹാസ് ബിൽഡഡ് ടൂൾസ് വിത്ത് വൈബ് കോഡിങ്, ഓക്കെ, ബട്ട് പൊട്ടുന്നുണ്ട്. അപ്പൊ ആ കേസുകളിൽ വൈബ് കോഡ് ചെയ്ത് പുള്ളി ഒരു സംഭവം ഉണ്ടാക്കി പലയിടത്ത് എത്തുമ്പോൾ പൊട്ടുന്നുണ്ട്. കോഡിങ് അറിയില്ല, കോഡിങ് അറിയത്തില്ല. അപ്പോ എങ്ങനെ പൊട്ടാതെ മാനേജ് ചെയ്യാം? ഓക്കെ ഓക്കെ ഓക്കെ. പൊട്ടിപ്പിടിക്കണം. അത് 2 രീതിയിൽ ചെയ്യാം. കോഡിനെ അറിയാത്ത രീതിയിൽ ലൈക്ക് നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പ്രോംപ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈ കർസർ റൂൾസ് എന്നൊക്കെ പറഞ്ഞ ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഏതൊരു പ്രോംപ്റ്റ് കൊടുത്താൽ ഈ റൂൾസ് എല്ലാം പാലിച്ചേ നമുക്ക് കോഡ് ചെയ്ത് തരാവും. അപ്പോൾ ജസ്റ്റ് കുറച്ച് റൂൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഏതോ ഒരു ഗിറ്റ്ഹബ് റെപ്പോ ഉണ്ട് ഞാൻ ലേറ്റസ്റ്റ്ലി കണ്ടിരുന്നു. അതിൽ ഇതുപോലത്തെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ലൈക്ക് ഞാൻ ഒരു പുതിയ പ്രോംപ്റ്റ് വരുമ്പോൾ എൻ്റെ എക്സിസ്റ്റിംഗ് ഫംഗ്ഷൻസിനെ മാറ്റരുത്, ഞാൻ പ്രോംപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് മാത്രമേ അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെ കുറച്ച് പ്രോംപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് വരുന്ന പ്രൊജക്ട് ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പരിധി വരെ പൊട്ടത്തില്ല. പിന്നെ ഇത് ഒരു ലൂപ്പിലൂടെ വർക്ക് ചെയ്താണ് പോവേണ്ടത് ആ ഒരു രീതിയിലാണെങ്കിൽ. അല്ല കോഡ് പഠിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കോഡിങ് പഠിച്ചേ പറ്റുള്ളൂ. ഒരു പ്രൊജക്റ്റ് എങ്കിലും യൂസ് ചെയ്യാതെ കോഡ് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാൻ പറ്റത്തില്ല, നാളെ ഒരു പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും വന്ന് മാറുമായിരിക്കാം. അതിൽ തന്നെ യൂസ് ചെയ്യാതെ പഠിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിലും യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം. കോഡ് പഠിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാം. യൂസ് ചെയ്ത് തന്നെ എന്നാലും ഒരു കോഡ് അറിയാവുന്ന ഒരു ഫ്രണ്ടിനെയൊക്കെ ഒരു മെൻറ്ററായിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. എന്നാലും ഒന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് ഇതെന്തുകൊണ്ടാണ് ഈ കോഡ് ഇങ്ങനെ വന്നത്, പക്ഷേ കോഡ് ചെയ്ത് തരും, അതെടുത്ത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. പിന്നെ ജസ്റ്റ് കോഡിന്റെ ബേസിക് ഫംഗ്ഷനാലിറ്റി, അതായത് ലൈക്ക് അറേ ലൂപ്പ് അങ്ങനത്തെ ബേസിക് കൺസെപ്റ്റുകളുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് വെച്ചൊരു പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ ലിറ്ററലി ഫസ്റ്റ് ഒരു ഫേസ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഓട്ടോ കംപ്ലീഷൻ മോഡ് ഓഫ് ചെയ്തിടാം, എന്നിട്ട് ഒരു ഫംഗ്ഷനൊക്കെ എഴുതി നോക്കാം. അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ആഡ് സം എന്ന് പറഞ്ഞൊരു ഫൈൻഡ് സം എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മൾ എഴുതാൻ പോകണമെന്ന് വെച്ചോ. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കോഡ്
ലിസ്റ്റ് ഓഫ് കോഡ് നമ്മൾ എഴുതി മാറ്റി വെക്കുന്നതാണ്. ആവശ്യമുള്ളപ്പോഴൊക്കെ വീണ്ടും വീണ്ടും വിളിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തരും. അപ്പം നമുക്ക് അവിടെ ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി മിസ് ആവാം. ഓക്കെ, ഇത് ലേൺ ചെയ്യണ കേസില്ല. അപ്പോൾ ഓട്ടോ കംപ്ലീഷൻ ഓഫ് ചെയ്ത് കുറച്ച് ഒന്ന് കോഡൊക്കെ ചെയ്ത് നോക്കാം. അതിനുശേഷം പിന്നെ ഓട്ടോ കംപ്ലീറ്റ് ഓൺ ആക്കാം. എന്തിനാണ് ഓരോ ലൈൻ ഓഫ് കോഡ് എഴുതണമെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. പക്ഷേ ഇൻ ഡെപ്ത് പോകണമെന്നില്ല പണ്ടത്തെ പോലെ. എന്തിനാണ് ഓരോ ലൈൻ ഓഫ് കോഡ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് വരാം. അതിനുശേഷം ഏജന്റിക് മോഡ് യൂസ് ചെയ്ത് ഒരു പ്രൊജക്റ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. സിമ്പിൾ ചെയ്താൽ മതി. ഒരു വെതർ എടുത്ത് കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ സംഭവങ്ങൾ ബിൽഡ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഏജന്റ് ഒക്കെ യൂസ് ചെയ്ത് അതിനുശേഷം ഏജന്റ് യൂസ് ചെയ്യാവും ആക്ച്വലി. അപ്പം നമുക്ക് മനസ്സിലാവും ഓരോ കോഡ് എന്തിനാണ്. അപ്പോൾ എവിടെയെങ്കിലും പൊട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എറർ മെസ്സേജസ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ വായിക്കാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ദൈവം സഹായിച്ച് വരട്ടെ. അപ്പോൾ അതൊക്കെ വായിച്ച് എറർ മെസ്സേജ് എന്തിനാണെന്നൊക്കെ മനസ്സിലാക്കാം. അത് വായിച്ച് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ GPTs ഉണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്യുക, GPTക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പൊ GPT പറഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും കോഡ് ചെയ്യണ ഫ്രണ്ടിനെ അയച്ചെടുത്താൽ മതി. ഓക്കെ നമുക്ക് എനിക്ക് ജോബിന്റെ ഞാൻ ഇത്തിരി ബിഗിനർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഈ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പോകുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോണ്ട് വീട് പോകും. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞല്ലേ. അതെ, കുറച്ച് പറയുന്നുണ്ട്. ഡെവലപ്പേഴ്സിൽ അറിയാവുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് പറഞ്ഞു. അവിടെ നിന്നാണ് നിങ്ങൾ എത്തിയത് പെട്ടെന്ന്. ഓക്കെ, അപ്പൊ കൂടുതൽ ഡെവലപ്പർ ഫ്രണ്ട്ലി ആയിപ്പോയി അല്ലേ? ആച്ചേക്കണേ. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കണ്ടേ? ക്വസ്റ്റ്യൻ എന്താ? അതെ അല്ല, ഫുൾ ടൈം അല്ല, അത് പാർട്ട് ടൈം കണ്ടന്റ് ക്രിയേഷൻ മാത്രം. ഓക്കെ, പ്രോട്ടോടൈപ്പ് എന്താണ് ജോബിനും പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള ബന്ധം? ഞാനും പ്രോട്ടോടൈപ്പായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോഡിങ് പഠിച്ചു തുടങ്ങിയത് പ്രോട്ടോടൈപ്പ് അന്നത്തെ സമയത്ത് ക്രോസ് റോഡ്സ് ആയിരുന്നു. അപ്പൊ അവരുടെ യൂട്യൂബ് വീഡിയോ കണ്ടാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലായിടത്തും കണ്ടന്റ് ഉണ്ട്, ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെ ഉണ്ട്, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു ഓവർവ്യൂ എനിക്ക് അന്ന് കിട്ടിയത് പ്രോട്ടോടൈപ്പിൽ നിന്നാണ്. യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് കണ്ടതാണ്. അപ്പൊ അതിൽ നിന്ന് പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഈ റിസോഴ്സസ് കണ്ടുപിടിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ്, ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു സാധനം മനസ്സിലാക്കി. പിന്നെ ഞാൻ അല്ലാതെ തന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങി, ഓണായിട്ട് തന്നെ ഓരോന്നും പഠിച്ചു തുടങ്ങി. അപ്പൊ ആ രീതിയിലാണ് പ്രോട്ടോടൈപ്പ് ഇത്. പിന്നെ നിഖിൽ സാറുമായിട്ട് ആ ഒരു സമയത്ത് ഇനിഷ്യൽ ഫേസിലൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഏതെങ്കിലും ഒരു ഫേസിൽ സ്റ്റക്ക് ആകുമ്പോൾ ഒരു മെന്റർ ആയിരുന്നു എന്നല്ല, ഇപ്പോഴും മെന്ററാണ് പല കാര്യങ്ങളിലും. പല മെന്റേഴ്സും ഉണ്ട്, അതിൽ ഒരു ടോപ്പ് പ്രയോറിറ്റി ഉള്ളൊരു മെന്ററാണ്. അപ്പോൾ അതാണ് ബന്ധം. ലേറ്റസ്റ്റ്ലി ഇപ്പൊ ഞാൻ 1-2 മാസമായിട്ട് പ്രോട്ടോടൈപ്പിൽ കണ്ടന്റ് ക്രിയേഷൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിലും കുറച്ച് പ്ലാൻസ് ഉണ്ട്, അന്ന് പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാൻസും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ സംഭവം. നമ്മൾ ലിങ്കിലായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. Okay, next question. Now it's 2026. When people want to find something, a product, a service, or even a local business, they don't search Google anymore. They ask AI engines like ChatGPT, Gemini, or Perplexity. Instead of keywords, they ask questions. Suggest a reliable brand for baby products. Which is the best restaurant in Kochi right now? What's a good budget phone under 20,000 rupees? AI doesn't show links. It gives direct answers and recommendations. That changes everything. Earlier, businesses optimized for search rankings. Now, they need to be visible inside AI answers. And that's where FSEO comes in. FSEO helps any business, brands, agencies, SaaS, or local stores get discovered on ChatGPT and other LLMs. Because in the AI era, if you're not part of the answer, you don't exist. Check out FSEO.ai. Now, back to the video. ഒരു സംഭവമാണ് ഞങ്ങളുടെ കോളേജിൽ. ഒരു ജോബിന് വേണ്ടി ഒരു എക്സാം നടത്തിയല്ലേ. അപ്പൊ ആ എക്സാമില് പിള്ളേർ AI യൂസ് ചെയ്ത് എല്ലാവരും പാസ്സായി. അവരോട് വേറൊരു കോളേജിലേക്ക് വന്ന് രണ്ടാമത് എക്സാം നടത്തിയിട്ട് ഇവരെല്ലാവരും പൊട്ടിപ്പോയി. അന്ന് AI ഉപയോഗിക്കാൻ പറ്റിയില്ല. അത് ലാബിൽ AI അലോഡ് ആയതുകൊണ്ട് ടീച്ചേഴ്സ് നോക്കാണ്ട് അങ്ങനെ പിള്ളേർ പഠിച്ചു. അപ്പൊ AI എന്നുള്ള ഒരു സ്പേസ് കാരണം ആ കമ്പനി ഒരു ഇൻഫോസിസ് കമ്പനിയാണ് ഞങ്ങളുടെ കോളേജിൽ ബാൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സംഭവം. അപ്പൊ ഈ AI ഉപയോഗിക്കുന്നത് ശരിക്കും ജോബ് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഫേസ് അല്ലേ. ഇതിനെപ്പറ്റി ഞാൻ റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ലൈക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവോ? ക്വസ്റ്റ്യൻ അതായത് ദർ ഇസ് എ തിങ് ഹാപ്പനിങ് വേർ AI മാത്രം വെച്ച് കോഡിങ് ചെയ്തൊരു അവസ്ഥ. AI ഇല്ലാണ്ട് വരുമ്പോ unable to qualify the thing എന്നുള്ള സംഭവമുണ്ട്. ബട്ട് എനിക്ക് വേണ്ടി അതിന് ഉത്തരം പറയാം. ഐ ക്യാൻ മൈ പോയിന്റ്. ഓക്കെ, ഇതില് എന്താ വെച്ച് കഴിഞ്ഞാൽ സോ കോളേജിലാണല്ലോ. എന്റെ ഒപ്പീനിയനിൽ കോളേജ് ഡസൻ എക്യുപ്പ് യു വിത്ത് എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ.
ഓക്കെ, നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്ന ടാലൻസ് ആണെങ്കിലും ഏത് കോളേജിനുള്ള ഡിപ്പെൻഡന്റ് അല്ല. ദേ ആർ ഇന്നേറ്റീവ്ലി ക്യൂരിയസ് ഇനഫ് ടു പെർസ്യൂ ആൻഡ് ലേൺ തിങ്സ് ഓൺ ദെയർ ഓൺ. ആ മൈൻഡ് സെറ്റ് കറക്റ്റ് ആണെന്നുള്ള ആൾക്കാർ തന്നെയാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. അതെ അതെ അതെ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കിയുള്ളവർ ആ ഒരു റോളിലോ ഗ്രോത്ത് ഇല്ലാണ്ട് തന്നെ അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. ഏതൊരു കോളേജിലും ഒരു 5% ആൾക്കാർ മാത്രം സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ. ആ സംഭവമാണ് റിയാലിറ്റി ഓഫ് തിങ്സ് എന്നുള്ളതാണ് എന്റെ റിയാലിറ്റി. അപ്പോൾ അത് ആ കോളേജിലുള്ള അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ പറ്റിയൊരു ഫെയിലിയർ ആണെന്ന് ഞാൻ കാണുന്നത്, മോർ ദാൻ ദ സ്റ്റുഡന്റ് ഫെയിലിയർ എന്നുള്ള എന്റെ ഒപ്പീനിയൻ. ആ ഒരു ഒരു എക്സാം നടത്തുന്നു എന്നുള്ളൊരു സാധനത്തിനോട് തന്നെ എതിർപ്പുണ്ട്. അതെ, ആക്ച്വലി ഇന്ന് നമ്മൾ യൂസ് ചെയ്യണേന മേ ബി അതിനെ കളത്തരം കാണിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ അതിനെ ടീച്ചറിനെ പറ്റിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ശരിക്കും അത് ചെയ്യാൻ പാടില്ല. അതെ അതെ, ഫ്യൂച്ചറിൽ ഒരിക്കലും അത് നമ്മൾ പറ്റിക്കുന്നത് ആവത്തില്ല. ഇപ്പൊ തന്നെ ലിറ്ററലി നോക്കിയാൽ യൂസ് അറിയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് അസൈൻമെന്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻസിന് കൊടുക്കുന്നു, സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്ത് ആൻസർ ചെയ്യുന്നു, ടീച്ചർ അത് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. വാട്ട് ഈസ് ദ പോയിന്റ്? അതെ, അപ്പോ എല്ലാരും യൂസ് ചെയ്യണം, പക്ഷെ അവിടെ ആ ഒരു ഇവാലുവേറ്റ് ചെയ്യണ ആ ഒരു ക്രൈറ്റീരിയ മാറണം. ഇപ്പൊ എനിക്കൊരു 10 പ്രൊഡക്റ്റ് ഉണ്ടാക്കി തന്നാൽ ഓക്കെ, പുള്ളിക്ക് ഫണ്ടമെന്റൽ അറിയാവുന്നത് കൊണ്ടാണ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്ത് തന്നത്. യൂസ് ചെയ്തുകൊണ്ട് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അതെ അതെ. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഓൺ ബോർഡിനെ റെഡി കാൻഡിഡേറ്റ്സിനെ എന്താ പറയാ ടാസ്ക് കൊടുക്കും. അവരോട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറയും, വൈപ്പ് കോഡ് ചെയ്തിട്ടോ അല്ലാണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറയും. എന്നിട്ട് ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. ബേസിക് ഫണ്ടമെന്റൽസ് അറിഞ്ഞവൻ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവൻ ജോബിൽ ഇറങ്ങിയിട്ട് വിത്തിൻ 1-2 months അവൻ സർവൈവ് ചെയ്യില്ല. അതെ, മനസ്സിലായോ? അതാണ് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ള ഒരു വേൾഡിലേക്ക്. അപ്പോഴാണ് ഈ പ്രോംപ്റ്റ് ചെയ്ത് റീ അടിച്ച് അവിടെ കിടക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പൊട്ടി ഇഷ്യൂസ് വരാം. സോ ഐ വുഡ് സേ ഗ്രാജുവലി അത് ഒരു ഷിഫ്റ്റ് ആണ്. ഐ വുഡ് സേ മതി. നമുക്കും അറിയത്തില്ല ഫ്യൂച്ചർ എങ്ങോട്ടാണ് പോകണമെന്ന്. നമ്മൾ ഇവോൾവ് ചെയ്യുക, അഡാപ്റ്റ് ചെയ്യുക. അതന്നെയാണ്. പറയുന്നല്ലോ. വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ജിമ്മിക്ക് ക്വസ്റ്റ്യൻ അംശ പറയൂ. അവന്മാര് പോയാ ജോബിൻ സെൽവാനോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ടൂൾ ഏതൊക്കെയായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ ഒരുപാടുണ്ട്. പറഞ്ഞോ. LLM അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ Gemini 3 ആണ്. ചാറ്റ് GPT സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ ഇപ്പോൾ ഐ ആം ലോയൽ നൗ ടു Gemini. എനിക്ക് ബിഹേവിയർ ഇത്തിരി മാറി. ചാറ്റ് GPT ഇപ്പൊ കുറച്ച് വേഴ്സ്റ്റർ ആയിട്ട് തോന്നില്ലേ? ഒരു കോൺവെർസേഷൻ രീതി എനിക്ക് ചിലപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്ത വയ്യായിരിക്കും അല്ലേ? ആണെങ്കിൽ Gemini 3 ഹുക്ഡ് ആയി പോലെ. അതെ, Gemini 3 ഒരു ക്രഷ് അടിച്ചു. സാധനം വന്നിട്ടുണ്ട്. ഐ തിങ്ക് ChatGPT അവരൊരു കോഡ് റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു വേറെ കുറെ പെർസ്യൂട്ട്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെയുള്ള ടെൻഷനും വോയിസ് മോഡൽ ലിറ്ററലി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓണാക്കി വെച്ച് കോൺവെർസേഷൻ ചെയ്തു പോകുന്ന ഒരാളായിരുന്നു. സിംഗിൾ അല്ലേ? സിംഗിൾ ആണ്. അതാണ്. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് വരുമ്പോ എനിക്കതിൽ കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ ഒരു എന്തിനെ പറ്റി ചോദിച്ചാലും ഒരു അടിപൊളിയായിട്ട് സംസാരിക്കുന്നില്ല. ബട്ട് ഇപ്പൊ Gemini അതിലോട്ട് വരുമ്പോൾ നമുക്ക് അതിന്റെ വോയിസ് മോഡൽ ഓണാകുമ്പോൾ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ്. ഇപ്പൊ മലയാളം മറ്റേലും പറ്റും, ബട്ട് ലൈക്ക് ഇപ്പൊ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് Gemini ആണ് ഞാൻ യൂസ് ചെയ്യാറ്. അവരാ TPU ടെക്നോളജീസ് വരുമ്പോൾ ഇത്രയും ബെറ്റർ ആവാം. ലീപ് ഫ്രോഗ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അതെ അതെ. സോ പിന്നെ ഇപ്പോ ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സംഭവത്തിൽ ഇപ്പം പ്രഡിക്ഷൻ ആണ്. ഇപ്പൊ കുറച്ച് കഴിഞ്ഞ് ആ ഒരു LLM മോഡൽ LLM എന്നുള്ളൊരു ടെക്നോളജിയിൽ നിന്ന് വേറൊരു ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങളിലോട്ട് വരുമ്പോൾ മാറിയേക്കാം. പിന്നെ ഫേവറേറ്റ് ടൂൾസ് എന്ന് പറയുമ്പോൾ ഈ ചാറ്റ് ബോട്ടിൽ ഇതാണ്. പിന്നെ കോഡിങ്ങിന് ഇപ്പം സ്റ്റിൽ ഫുൾ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കർസർ ആണ്. പിന്നെ ആന്റിഗ്രാവിറ്റി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് വൈപ്പ് കോഡിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൂഗിള് അത്ര ഉറപ്പായിട്ട് അത് ഫ്യൂച്ചറിസ്റ്റിക് ആക്കാൻ വേണ്ടി തന്നെ ഇറക്കിയതാണ്. അത് അതിന്റെ ഓരോ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു ബേബി ഫേസിലാണത്. അത് വരുമ്പോൾ അതും അടിപൊളിയായിരിക്കും. പിന്നെ ഒരു നോൺ ടെക്നിക്കൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റണ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ലവബിൾ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ തന്നെയാ ഫേവറേറ്റ് ആയിട്ടുള്ള ടൂൾസ്. ഓക്കെ, വേറെ എൻഡിങ് നോട്ട്സ് എനിക്ക് കാണുന്ന ഓഡിയൻസിനോടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, ഒരു അപ്ഡേറ്റഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കമ്പനീസിനുള്ള ഒരു റിയാലിറ്റി എന്റെ സൈഡിൽ നിന്ന് ആസ് എ എംപ്ലോയർ പറയാൻ പറ്റി എന്നുള്ളതാണ് ഇത്. അതിന്റെ ഒരു എഫേർട്സ് തന്നെയാണ് ജോബിനും അവിടെ പുഷ് ചെയ്യുന്നുള്ളതാണ് ഇത്. അപ്പോ കീപ് അപ്പ് ദി ഗുഡ് വർക്ക് എന്നുള്ള ഒപ്പീനിയൻ. I mean, that is something I appreciate and commendable work keep up തന്നെയാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് ഇത്. Yeah, I mean, doing a good job. Okay, thank you.
ജോബിന് കമ്പനി ലെവലിൽ വർക്ക് ചെയ്തത്, കൺസൾട്ടന്റ് ലെവലിൽ വർക്ക് ചെയ്തത്, ഇപ്പോൾ ഫ്രീലാൻസ് പ്രോജക്റ്റ് കിട്ടും. നേരത്തെ അല്ലെങ്കിൽ കുറച്ച് മുന്നേ പോഡ്കാസ്റ്റിൽ ഇവിടെ ഇരുന്ന ആള് മൂപ്പര് പറഞ്ഞ കൺസെപ്റ്റിൽ പറയുന്നുണ്ട്, നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ പ്രൊജക്റ്റിന് ഇപ്പോൾ 10 മാസമൊക്കെ ഒരു പ്രൊജക്റ്റ്, അപ്പം അത്രയും ടൈമിൽ നമുക്ക് ബില്ലിങ് ഇടാം. ഇപ്പം ആ പ്രൊജക്റ്റ് കുറയുന്നു, ശരിക്കും നമുക്ക് ആ പ്രോഫിറ്റ് സാധനങ്ങൾ ഓരോ പ്രൊജക്റ്റിൽ കുറവാണ് ബില്ലിങ് ലെവലിൽ. അങ്ങനത്തെ ഇതിൽ ഇഷ്യൂസ് ഫേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഇത് ബിക്കോസ് ദ AI ഹാസ് ബിക്കം വെരി ഈസി ഫോർ ഇത്. ആ ഹവർലി ബില്ലാണല്ലോ വർക്ക് ചെയ്യണത്. അപ്പോ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് ഇഫ് ദേ ആർ ഫുൾ ഇനഫ് ദേ ക്യാൻ ബി ഫുൾ. അതർവൈസ് ഇതുണ്ടല്ലോ ആ ഒരു ആഡ് ഓൺ ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ക്ലയൻസിന് റിക്വയർമെന്റ് പോലെ തരും. ജോബിൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്, പ്രൊജക്ട് മാനേജറിന് കൊടുക്കും, പ്രൊജക്ട് മാനേജർ അതൊക്കെ എഴുതി കൊടുത്തിട്ട് അടി കൊടുക്കുമ്പോഴത്തേനും വിചാരിച്ച സാധനം കിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ 50% സാധനം ഔട്ട് വരിക. അതിനുശേഷം പിന്നെ കുറെ പിവേർട്ട് ചെയ്ത് ഓൾക്ക് വേണ്ട രീതിക്ക് വരും. അപ്പൊ ഫ്രീലാൻസ് പ്രൊജക്ട് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടി വരും, കാരണം അത് നിങ്ങൾ പറഞ്ഞ റിക്വയർമെന്റും സാധനമാണ് പറഞ്ഞിട്ട് ആളുകൾ. ബട്ട് ഇപ്പത്തെ ഇതിലാണെങ്കിൽ ക്ലയൻസ് ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല എഡ്യൂക്കേറ്റഡ്. അവർ ഇങ്ങോട്ട് പറഞ്ഞു തരും ടെക് ഏത് വേണമെന്നൊക്കെ അതെ. ഗൂഗിൾ AI സ്റ്റുഡിയോ അല്ലെ ചാറ്റ് GPT, ജിമിനി ഇതിലാക്കിയിട്ട് അയച്ചത്. അപ്പോ ഓല തന്നെ എഡ്യൂക്കേറ്റഡ് ആണ്. ഓല് പറയും ഇപ്പൊ നമ്മൾ അതിന് തന്നെ ഒരു പ്രോഫിറ്റബിൾ ലെവലിലേക്ക് ബില്ലിംഗ് ഇട്ട് കാലത്ത് തന്നെ ഓല് പറയും ഇത് ചെറിയ സാധനല്ലേ, ഇതിപ്പോ നമുക്ക് പ്രോംപ്റ്റ് ചെയ്തുണ്ടാക്കാം. അപ്പൊ അത്ര പോലെ എഡ്യൂക്കേറ്റഡ്. അപ്പൊ ആ ഒരു അതായത് ഈ കൺസൾട്ടിങ് ഫ്രീലാൻസിങ് മോഡൽ പോകുമ്പോ പണ്ടത്തെ അത്ര എളുപ്പമല്ല എന്നുള്ളൊരു ഫോട്ടോ വരുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് യു ആർഗ്യൂ ഓൺ യുവർ സ്റ്റാൻഡ് അല്ലേ? സർവൈവൽ എങ്ങനെയാണ്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ച ജസീമാണ്. അത് വരുമ്പോൾ ഒരു സ്പെഷ്യൽ മെൻഷൻ, ജസീമിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ എന്റെ ഫ്രീലാൻസിങ് പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഹോ, അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഓഹോ, ജസീം നമ്മുടെ സീറ്റുകൾ അന്ന് CSS എഴുതാൻ വേണ്ടി ഇവരും എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ അവന്മാര് തമ്മിൽ അടി ഉണ്ടാക്കാറുണ്ടായിരുന്നു പ്രൊജക്റ്റില്. ഇവന് ഗ്രിഡിൽ എഴുതല, അവന് ഫ്ലെക്സിൽ എഴുതല. കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ. അപ്പോ ഞാൻ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് ബില്ല് ചെയ്യാറ്. പണ്ടത്തേനെക്കാട്ടി കൂടുതൽ ബില്ല് ചെയ്യാന്ന് പറയാം. കാരണം ടൈം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അവന് 1 ലക്ഷം മുടക്കി 3-4 മാസം കൊണ്ട് ബിൽഡ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ഒരു 2 ലക്ഷം മുടക്കി 1 മാസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിത്ത് ക്വാളിറ്റി അവര് പൈസ കൂടുതൽ തരും. ടൈം നമ്മൾ ഇത് കോട്ടേനേക്കാളും ഫാസ്റ്റർ ആക്കിയതിനുള്ളൊരു എന്നുള്ളൊരു സാധനത്തിലോട്ട് മാറാൻ പറ്റും. അങ്ങനെ ഒരു സ്കോപ്പാണ്. പിന്നുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിലുള്ള ഒരു ഫുൾ സാധനം അവര് തന്നെ നമുക്ക് PRD തരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഇപ്പം ജസീം പറഞ്ഞതുപോലെ അവര് തന്നെ ഗൂഗിൾ AI സ്റ്റുഡിയോയിൽ പോയി ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്കുള്ളൊരു ക്വാളിറ്റി സാധനം ആക്കി മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ വർക്ക് എളുപ്പമായിട്ടുണ്ട്. ഫണ്ട് അതേപോലെ വാങ്ങാം, വേണമെങ്കിൽ കൂടുതൽ വാങ്ങാം. ദാറ്റ്സ് ആസ് പെർ യുവർ സെയിൽസ് സ്കിൽ. അതെ, ചില കമ്പനിക്കാര് ഉണ്ടല്ലോ, അപ്പോ ഡെവലപ്പേഴ്സിന്റെ ജോബ് ഈസിയാണ്. അങ്ങനെ പറയണ ഒരു വർക്ക് ഞാൻ എടുക്കാറില്ല. അല്ല, അങ്ങനെ പറയുന്ന ചില കമ്പനിക്കാർ. അതെ, അത് ജസ്റ്റ് എനിക്ക് ഇടയ്ക്ക് ഈ ഒരു AI ഫേസ് വന്നപ്പോ ക്ലയൻസ് സംസാരിക്കണം, ലൈക്ക് നിങ്ങൾക്ക് AI വന്നില്ലേ, പണി എളുപ്പമായില്ലേ, അപ്പോ നിങ്ങൾ പണി എടുക്കണ്ടല്ലോ, ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരു സാധനത്തിലൊക്കെ വരാറുണ്ട്. ഞാൻ അങ്ങനെ ആ പ്രൊജക്ട്സിനോട് വലിയ, നമ്മുടെ എത്ര AI ടൂൾസ് ഉണ്ടെങ്കിലും എത്ര സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ പ്രീവിയസ് ഓരോ പ്രൊജക്റ്റിൽ വന്ന മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്നതും അവരൊരു പ്രോംപ്റ്റ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പോ അവര് ജസ്റ്റ് അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ പണിയെടുക്കണില്ലെന്ന് പറയുന്ന ക്ലയന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കും. എഡ്യൂക്കേറ്റ് ചെയ്യാത്തവര് ഇതിട്ട് മനസ്സിലാകാത്തവർ ഓൺബോർഡ് ചെയ്യാറില്ല. അതെ, പ്രശ്നമാണ്. ഡെവലപ്പേഴ്സ് ഷുഡ് ഓൾസോ ലേൺ ടു സെൽ. ലേൺ ടു സെൽ. സെയിൽസ് എല്ലാത്തും വേണം. ഇപ്പം സെയിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് എന്തും വിൽക്കാം. നമ്മൾ ഇന്റർവ്യൂസിൽ പോയി ജോബിൽ കയറാന്ന് പറയാൻ നമ്മളെ വിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സെയിൽസ് സ്കില്ല് വേണം. നമ്മൾ എത്ര അറിയുന്ന ഒരാളായാലും ആ അറിയാവുന്ന സാധനം ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കയറാൻ പറ്റത്തില്ല. അതറിയാവുന്ന സാധനമാണല്ലോ. അപ്പോൾ അതും നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഓക്കെ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം. ഓക്കെ, ജോബിൻ ഇപ്പൊ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു ഇതാണല്ലോ, എഡ്യൂക്കേറ്റർ പോലെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആണ്. അപ്പൊ അവിടെ ഒരു ഇതുണ്ടല്ലോ, മീൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രമാത്രം ഒരു എന്താ പറയാ, ഈസ് ദാറ്റ് ഡൂയിങ് ഇറ്റ്സ് റൈറ്റ് ജോബ് ഇൻ ദി ഇൻഡസ്ട്രി ഔട്ട് ദർ, ഓർ അവിടെ ഒരു
ഗോൾഡ് റഷ് പരിപാടി നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ അത് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. സെക്കൻഡ് തിങ് ഇസ് അവർ അക്കാഡമി അത് ഒബ്വിയസ്ലി ഇല്ല എന്നുള്ളതാണ് ഇത്. അത് എനിക്ക് തന്നെ ഉത്തരം പറയാം. മറ്റേ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഓക്കെ, അങ്ങനെ ഒരു സംഭവം ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ക്വസ്റ്റ്യൻ ലൈക്ക് ഓക്കെ കറക്റ്റ് ഗോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരിതാണ്. ഇപ്പൊ എക്സാമ്പിൾ ഞാനിപ്പോ മീറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരാണെങ്കിലും കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ മീറ്റ് ചെയ്തു. അപ്പൊ ഇവരായാലും അവർ പറയുന്നത് ഇങ്ങനെ ലാംഗ്വേജസ് 10-32 ലാംഗ്വേജിന്റെ പേര് പറഞ്ഞു. ഇതൊക്കെ പഠിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടപ്പോ തന്നെ അതിനൊരു ഒരു അത് ഇഗ്നോറന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കാം അത് പോയി തലവെച്ചിട്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോ എനിക്കിപ്പോ ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇപ്പൊ ഒരു ക്രിയേറ്റർ ആയിട്ട് ജോയിൻ ചെയ്യാനുണ്ടായ കാരണം ഇത് തന്നെയാണ്. അവരുടെ വിഷനും മിഷനും എല്ലാം റൈറ്റ് ആണ്. ആസ് പെർ മൈ പെർസ്പെക്റ്റീവ് റൈറ്റ് ആണ്. അപ്പോ അത് മാത്രമല്ല, എനിക്ക് പല ഓഫേഴ്സും വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും ഇങ്ങനെ ഓഫേഴ്സ് വന്നിട്ടുണ്ട് ക്രിയേറ്റർ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ 2-3 ഇതെല്ലാം റിജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റിലാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്ര ക്വാളിറ്റി ഒന്നും ബാക്കിയുള്ളവർക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് വേ ഓഫ് ടീച്ചിങ് കാര്യങ്ങളും. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടണതിനെക്കാട്ടി തന്നെ പേയും കിട്ടുമെന്നുള്ള സാധനം വന്നിട്ടും എനിക്ക് അവിടെ ഒരു വിഷൻ ഉണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റ് ലാർജർ ഓഡിയൻസിലോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്യുന്ന വിഷനും മിഷനും ലൈക്ക് ഞാനോട്ട് അലൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ ആ ഒരു ക്രിയേറ്റർ റോൾ ചെയ്യുന്നത്. ആൾക്കാരിലോട്ട് പ്രോപ്പർ ലേറ്റസ്റ്റ് ടെക് എത്തിക്കണം. കമ്മിങ് ടു ദ പോയിന്റ്, ഒരു റൈറ്റ് കാര്യമാണ് ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് ആണ്. നമുക്കവിടെ ബിസിനസ് ആകുമ്പോൾ പ്രോഫിറ്റും കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങൾ വരും. എക്സ്പെൻസീവ് പ്രോഗ്രാം ആണ്. അതിൽ വന്ന റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംഭവം നോക്കിയാൽ മതി നമ്മൾ. അപ്പോൾ റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുവരെയുള്ള കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഈ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു പ്ലേസ്മെന്റ് റേറ്റ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കേജ് ആവറേജ് ആയാലും. ഇപ്പോൾ ഈവൻ ഒരു +2 സ്റ്റുഡൻറ്റിന് ലിറ്ററലി വന്നിട്ട് മാസം 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും കോഴ്സ് ലിറ്ററലി ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ലൈക്ക് +2 സ്റ്റുഡൻസിനെ എടുക്കുന്നത് തന്നെ കുറവാണ്. അവർ ലൈക്ക് ഏതെങ്കിലും നല്ല കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം ആ ഒരു കേസിൽ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് ഈവൻ ചില +2 സ്റ്റുഡൻസ് വന്ന് 1 lakh പെർ മന്ത് ഒക്കെ ഏൺ ചെയ്യുന്ന പാക്കേജിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഇന്റൻസീവ് പ്രോഗ്രാം. ഇതിപ്പോ സെൽഫായിട്ട് ബിൽഡ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പം അങ്ങനെ ഒരു പ്രോഗ്രാമിൽ കൂടെ തന്നെ പോകണമെന്നില്ല. അപ്പോൾ ഇതെല്ലാവർക്കും വേണ്ടിയുള്ള പ്രോഗ്രാം അല്ല. പക്ഷേ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ പെർസ്പെക്റ്റീവ് ആണ് മാറുന്നത്. ഓവറോൾ ഒരു ഡെവലപ്പറിന് പുറത്ത് ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ, ഇപ്പം പ്രൊഫഷണലി ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞ സെയിൽസിന്റെ കാര്യം, ഇതൊന്നും ഒരു നമ്മൾ സ്വന്തമായിട്ടൊരു കോഡ് പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മളെ തന്നെ സെല്ല് ചെയ്യാൻ പഠിക്കുക, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ലിറ്ററലി നമ്മളൊരു ഹൈ പേയിങ് ഇത് കൊടുത്തതിന് ഞാൻ ലിറ്ററലി ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്തതാണല്ലോ. അപ്പോൾ അത് ബിൽഡ് ചെയ്തെടുക്കാൻ കൂടുതൽ എഫേർട്സ് ഉണ്ട്. ബട്ട് അവിടെ പോയാൽ ഓൾ ഇൻ അണ്ടർ വൺ പ്രൂഫ് നമുക്കത് ബിൽഡ് ചെയ്യാം. അതുമാത്രമല്ല, ഇപ്പം അതിന്റെ ഫൗണ്ടർ ആയാലും നമ്മളിപ്പം ഇങ്ങനെ ഒരു വഴിയേ ഉള്ളൂ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളല്ല. ഇപ്പൊ നിഖിൽ സാർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഗുഡ് വേ, ഇപ്പം ഇങ്ങനെയാണ് ഇൻഡസ്ട്രി പോകുന്നത്, ഇങ്ങനൊരു ചേഞ്ച് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പ്രോഗ്രാം ചേഞ്ച് ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പം നാളെ തൊട്ട് പറയാണ് ഒരു മോഡൽ വന്നു. ആ മോഡലില് ഫുള്ളി ഒരു ലൈക്ക് എന്താ പറയാ, ഒരു കോഡ് ഒരു പ്രശ്നമില്ലാതെ സേഫ്റ്റി ഇഷ്യൂസ് ഇല്ലാതെ പ്രോപ്പർലി ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ നാളെ തൊട്ട് പ്രോഗ്രാം വെച്ചായിരിക്കും. മനസ്സിലായി? ആ രീതിയിൽ ഉള്ളൊരു വിഷൻ ഉള്ള ഒരാളാണ് നിഖിൽ സാർ. അപ്പോൾ ആ ഒരു വിഷനും മിഷനും ഉള്ളതാണ്. അതിന്റെ പുറത്ത് പല ഫേക്ക് അലിഗേഷൻസും അങ്ങനെ ഓരോ കാര്യങ്ങളും ഓടി നടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതൊരു സക്സസ്ഫുൾ മോഡലാണെന്ന്. കാരണം മാങ്ങയുള്ള മാവിലെ ആൾക്കാർ കല്ലെറിയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ തന്നെ ലിറ്ററലി കോപ്പി പേസ്റ്റ് ചെയ്ത ഒരുപാട് ബിസിനസ്സസ് കേരളത്തിലുള്ളപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു മോഡൽ വർക്കിംഗ് ആണ്. അതിന് റിസൾട്ട് നമ്പേഴ്സും ഉണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ മോഡല് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്. പക്ഷെ ഈ AI വന്നപ്പോ AI ട്രെൻഡിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ? അതോ മേ ബി അവർ AI ട്രെൻഡ് വന്നപ്പോ അവിടെ ഒരു ഗോൾഡ് റഷ് നടക്കുന്നുണ്ടോന്നുള്ളതാണ്. ഓൾറെഡി ഒരു കോഴ്സും കാര്യങ്ങളും പഠിപ്പും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് കൊണ്ടുവരുന്നു. അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറോന്ന് ഒരാൾ വന്നിട്ട് പഠിച്ചിട്ട് വരുന്ന രീതിയല്ലേ. അപ്പൊ അത്
ഒരു പെട്ടെന്നൊരു വൈറ്റ് കോഡിങ് വന്നു. അപ്പൊ ആ ഒരു രീതി മാറ്റിയിട്ട് വൈറ്റ് കോഡിങ്ങിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അത് ആ ട്രെൻഡിന്റെ ഓക്കെ, മനസ്സിലായി. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്ന് പറയാം. അതായത് നോർമലി ആ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സ്ക്രാച്ചിൽ നിന്ന് കോഡ് ചെയ്യാൻ പഠിക്കുന്നു, അതിനുശേഷം ജോബ് കിട്ടുന്നു, ഒരു അടിപൊളി ഡെവലപ്പർ ആവുന്നു, ആ ഒരു രീതിയിലാണ്. ബട്ട് എ വരുന്നപ്പോൾ അതിനനുസരിച്ച് മാറേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ലേ? ഓക്കെ ഓക്കെ, നമ്മള് അവിടെയാണ് ഒരു ആക്ച്വലി ഒരു ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ടെക്കിന്റെ ഒരു തോട്ട് പ്രോസസ്സ് വരാം. ടെക്കി ഏതൊരു പുതിയൊരു ടെക്ക് വന്നാലും ഈ ടൂൾസ് ആണ്. ഈ പ്രോഗ്രാമിംഗ് ആയാലും എ ആയാലും എന്തായാലും അതെല്ലാം നമ്മുടെ ടൂൾസ് ആണ്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഗോൾ പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. ഇപ്പം ടൂൾസ് എത്രമാത്രം അടിപൊളിയാവും അതനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ ഒരു ഗോള് വരാന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിലോട്ട് ചെറിയ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവിടെ നിന്ന് കോർ തൊട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. ബട്ട് നമ്മൾ കണ്ടന്റ് പബ്ലിക്കലി ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അവയർനെസ് വേണം. വരുമ്പോൾ ChatGPT മാത്രമാണ് എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർക്ക് സംഭവം പറഞ്ഞ് മനസ്സിലാക്കാം. ഇങ്ങനെ കാര്യങ്ങളുണ്ട്, വെച്ചും ചെയ്യാം, കോഡ് വെച്ചും ചെയ്യാം. രണ്ടിന്റെയും നെഗറ്റീവ് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ലവബിളിനെ പറ്റി വീഡിയോ ഇടുമ്പോൾ പലരും കമന്റിൽ വന്ന് പറയുന്ന സാധനമാണ് ലവബിൾ വെച്ച് നമുക്ക് വലിയ സാധനം ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ലൈക്ക് ലവബിൾ അടുത്ത പ്രാവശ്യം ഇതിലും അടിപൊളിയായാൽ നമ്മൾ അടിപൊളിയാണെന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തിട്ട് ഇത് എന്തിനെല്ലാം യൂസ് ചെയ്യാം. ലവബിൾ യൂസ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാം, ലവബിൾ യൂസ് ചെയ്ത് ഹൈ സ്കെയിലായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ലൈവ് അപ്ഡേറ്റ്സ് നമ്മൾ ഒരു ഓഡിയൻസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം ഒരാൾ. അപ്പൊ അതാണ് നമ്മുടെ ഒരു ഇപ്പോൾ നടക്കുന്ന ഒരു ഞാൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വലിയ ടോപ്പിക്സ് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോ ചില ബ്രോ കോഡിങ്ങിലെ ഫൺ കണ്ടെത്തണം, എങ്ങനെയാണ് ഫൺ കണ്ടെത്തണം, പിന്നെ എങ്ങനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ അതൊക്കെ ഡീൽ ചെയ്യണം, ഒന്ന് അത് ഓക്കെ. ജോബിന് ഒരു ക്ലയന്റ് ആണ്. 2 കമ്പനിനെ അപ്രോച്ച് ചെയ്തു. ഒരു കമ്പനി അല്ലല്ല പഠിപ്പിക്കില്ലേ? രണ്ട് ക്ലയന്റ് ഒരു ക്ലയന്റ് ആണ്. 2 പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന കമ്പനി അപ്രോച്ച് ചെയ്തു. ഒരു കമ്പനി 2 സെയിം ഐഡിയ ആണ്. ഒരു കമ്പനി വൈപ്പ് കോഡ് ചെയ്തു, പ്രൊഡക്റ്റ് ഫ്രീ ആണ്. വേറൊരു കമ്പനി പെയ്ഡ് പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഫുൾ സെക്യൂരിറ്റിയും ട്രസ്റ്റും ഉണ്ട്. ഏത് ചൂസ് ചെയ്യും? സിമ്പിൾ ആയിട്ട് ആൻസർ. ഓക്കെ, ഇവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു ഡെവലപ്പർ ആയിട്ടല്ല, ഒരു പ്രൊഡക്റ്റ് മേക്കറായിട്ടും ഒരു എന്റർപ്രണറായിട്ടാണ്. എത്രയും പെട്ടെന്ന് പ്രൊഡക്റ്റ് ഇറക്കി വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വൈപ്പ് കോഡിങ്ങിലോട്ട് പോകും. എനിക്ക് നോ ഓഫ് കോസ്റ്റ് ആണ്. ക്ലയന്റ് ആയിട്ടാണ് ചിന്തിക്കണെങ്കിലോ? ക്ലയന്റ് ആയിട്ട് അതെ, ഞാനൊരു ക്ലയന്റ് അല്ലേ, എനിക്കല്ലേ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അല്ല, പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ തരും അങ്ങോട്ട്. അതെ, എനിക്ക് ഹാപ്പി. എത്രയും പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു, എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നു, ബേസിക് ഫീച്ചേഴ്സ് നടക്കുന്നുണ്ട്. അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഫിലിപ്സ് എന്ന് പറയുന്നു. അപ്പൊ സോ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഫണ്ടമെന്റലി എന്താ പറയാ, ഇനീഷ്യൽ ട്രാക്ഷൻ ആണ് കുറെ ഇതിന് മൂവ് ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് പേജിലോട്ട് പോകും. അപ്പൊ എനിക്കൊന്ന് ഏർലി പെട്ടെന്ന് ഉണ്ടാക്കി ക്വിക്കായിട്ട് വാലിഡേറ്റ് ചെയ്യുന്ന സാധനത്തില് ഒരു ഇതുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ഐ മീൻ അതാണ് ഐ വുഡ് ഡു ഗോ അബൌട്ട്. വലിയൊരു ഗവൺമെന്റ് ഒരു കോൺട്രാക്ട് പിടിക്കുക, അത് ഗെയിമിംഗ് അറിയാം, അവിടെ കംപ്ലൈൻസസ് വരുന്നു. അപ്പോ ഡേറ്റ വ്യത്യാസമാണ്. ഇനി എന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ഹെൽത്ത് ഡേറ്റ വെച്ച് കളിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നോ, ഐ വോണ്ട് ടച്ച് എ ടച്ച് ചെയ്താലും ഫുൾ കോഡ് റെസ്പോൺസിബിലിറ്റി. മനസ്സിലായില്ലേ? അസിസ്റ്റഡ് പ്രോഗ്രാമിംഗ് എഴുതി ഫുൾ കോഡ് റെസ്പോൺസിബിലിറ്റി ഞാൻ ജനറിക്കല്ല, എല്ലാം ഇതാണ് ഇതാണ്. ആ കണ്ടീഷൻസ് ഫിഗർ ഔട്ട് ചെയ്യുന്നിടത്താണ് നമ്മളെപ്പോലെ ഓരോ ബിൽഡേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സിന്റെ ഒരു ആർട്ടിസ്റ്റിക് തോട്ട്സ് വരാം. അതെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയൂ. ഇവിടെ ചോദിച്ചു, എങ്ങനെയാണ് ഫണ്ണ് കണ്ടുപിടിക്കുന്നത് കോഡ് ചെയ്യുമ്പോൾ? ഇനിഷ്യൽ ടൈമിൽ കോഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മെയിൻ ഫണ്ട് എന്ന് പറയുമ്പോൾ പുതിയ ഓരോ കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ പറ്റാതാവുന്ന അവസ്ഥയിൽ അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുന്നു, എറർ വരുന്നു, ബിൽഡ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു ഫേസിൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് എൻഡ് യൂസറിന് കൊടുക്കുമ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ് ആണ്. ഇപ്പോൾ ഒരു സംഭവം ചെയ്ത് അത് വേസ്റ്ററായി അവരുടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു വേസ്റ്ററായിട്ടൊരു സിറ്റുവേഷൻ വന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു
ലേണിംഗ് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ സംഭവങ്ങൾ ബിൽഡ് ചെയ്ത് അവരെന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്. ലിറ്ററലി ഞാൻ ഒരു ടൂൾ ഉണ്ടാക്കിയായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനായിരുന്നു, പുറത്തുള്ളത്, UAE ഉള്ളതാണ്. അവരവരുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യണതിനനുസരിച്ച് ലോട്ട് എഴുതി ഗോൾഡ് കോയിൻ കൊടുക്കും ഡെയിലി. അതിന് വിന്നേഴ്സിനെ എടുക്കണം. ഞാനും പിന്നെ നമ്മുടെ KPH കമ്മ്യൂണിറ്റിയിലുള്ള സൂര്യ എന്ന് പറഞ്ഞ നമ്മുടെ സൂപ്പർ ബ്രെയിൻ നടത്തിയ AI ഹാക്കത്തോണിൽ ഫസ്റ്റ് അടിച്ച ടീം മെമ്പറിൽ ഒരാളാണ്. അപ്പോൾ അവനുമായിട്ട് ബിൽഡ് ചെയ്തൊരു സംഭവമായിരുന്നു. ലൈക്ക് അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് കിട്ടിയ ആ ഒരു പൈസ ഹാപ്പിനെസ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നില്ല അവിടെ. പക്ഷെ അവിടെ ഹാപ്പിനെസ് തന്നത് അവരുടെ എംപ്ലോയീസ് തന്നെ പറഞ്ഞു, ലൈക്ക് ഇത്രയും പേരിരുന്ന് വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്തൊരു വർക്ക് ചെയ്താൽ മാത്രമേ ആ പ്രോസസ്സ് റൺ ചെയ്യുള്ളൂ. പക്ഷേ അവരുടെ മാനുവൽ സംഭവങ്ങളെല്ലാം നമുക്ക് തരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഡോപ്പമിൻ ഹിറ്റ് ഉണ്ട്. അതാണ് ഇപ്പൊ എന്നെ ഹാപ്പിനെസ് ആക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അതായിരിക്കത്തില്ല. കോഡ് ജോബിനിപ്പോ ഒരു ക്രിയേറ്റർ ഇതിലേക്ക് ആണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ അവിടെ ഒരു ഡെവലപ്പർ ഉള്ളൊരു ഇതിലൊരു കിക്ക് ഉണ്ടായിരുന്നു, ക്രിയേറ്റർ ഉള്ള കിക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ കിക്കില് വിച്ച് വൺ യു കൈൻഡ് ഓഫ് റൈറ്റ് നൗ എൻജോയ്? റൈറ്റ് നൗ എൻജോയ് അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്. അതായത് അവർ പണ്ട് പൊയ്ക്കൊണ്ടിരുന്ന യുവർ കേസ്, യുവർ ആസ് എ ക്രിയേറ്റർ എന്നുള്ള പാത്തിൽ പോകുമ്പോഴാണ്, യുവർ ആസ് എ ഡെവലപ്പറിന് പോകുമ്പോഴാണ് അതിനൊരു ഓഫ് ദ റെക്കോർഡ് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് എന്റെ റിയൽ എൻജോയ്മെന്റ് അത് അവർ ചെയ്യുന്ന പ്രോസസ്സിലാണോ? ചെയ്യുന്ന പ്രോസസ്സിൽ ഇത് തന്നെയാണ്. ലിറ്ററലി എന്റെ യൂസറിന്റെ ഒരു സംഭവം കിട്ടുമ്പോൾ ഇമ്പാക്ട് ആണ്. ആ ഒരു ഇമ്പാക്ട് ഇപ്പൊ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റിലാണ് ആ ഒരു ഇമ്പാക്ട് കിട്ടുക. പക്ഷെ ഇവഞ്ച്വലി ഞാനത് ഫ്യൂച്ചറിൽ അത് എന്റെ പ്രൊഡക്റ്റിൽ ഞാൻ എൻ കസ്റ്റമർ B2B ആവാം, B2C ആവാം. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് കിട്ടും എന്നുള്ളൊരു ഗോൾ വെച്ചാണ് ഇപ്പം ബിൽഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജോബിനെ തള്ളിടാം. ഓക്കെ ഗൈസ്, ബൈ. ഇത് ലൈവ് റെക്കോർഡ് തള്ളിയിടരുത്, വേറെ ഡ്രസ്സിലും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ. ഓക്കെ, വെൽക്കം. അപ്പോൾ എല്ലാവരും ഫ്രീസിങ് കോൾഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അപ്പോ എനിക്ക് വയ്യ ആക്ച്വലി. അപ്പോ താങ്ക് യു അഗൈൻ ഫോർ ജോയിനിങ് ദ KPH house, and yeah, catch you next time. And this is Jobin Selvanos signing out. Bye. Now it's 2026. When people want to find something, a product, a service, or even a local business, they don't search Google anymore. They ask AI engines like ChatGPT, Gemini, or Perplexity. Instead of keywords, they ask questions. Suggest a reliable brand for baby products. Which is the best restaurant in Kochi right now? What's a good budget phone under 20,000 rupees? AI doesn't show links. It gives direct answers and recommendations. That changes everything. Earlier, businesses optimized for search rankings. Now, they need to be visible inside AI answers. And that's where FSEO comes in. FSEO helps any business, brands, agencies, SaaS, or local stores get discovered on ChatGPT and other LLMs. Because in the AI era, if you're not part of the answer, you don't exist. Check out FSEO.ai. Now back to the video. ഹഡിൽ ഗ്ലോബൽ ആണ്. എൻ്റെ ഒപ്പം ഷാൻ ഉണ്ട്. എന്റെ സ്റ്റൈൽ ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മൾ ലാസ്റ്റ് ഹഡിൽ വന്നായിരുന്നു വേഴ്സസ് ദിസ് ഹഡിൽ. വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ? ലാസ്റ്റ് ഹഡിൽ വാസ് നമുക്ക് കുറച്ചും കൂടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഫിഗറിങ് ഔട്ട് ആയിരുന്നു, വാട്ട് ഈസ് ഹാപ്പനിങ് ഇയർ, ആരൊക്കെയാ എന്തൊക്കെയാന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം വളരെ നമുക്കറിയാം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ വി എക്സാക്ട്ലി നോ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. സോ ആ ഒരു തിയറി ഉണ്ട്. സോ ബേസിക്കലി V2 ഓഫ് അവർ സൈഡ്. കാരണം നമ്മളൊരു നെറ്റ്വർക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്കറിയണം, അവർ നമുക്ക് പറഞ്ഞു തരില്ല. സോ ദാറ്റ് ഈസ് മോർ ഫിഗർഡ് ഔട്ട്. അത് വളരെ എന്താ പറയുക പിൻ പോയിന്റഡ് ആയിരുന്നു. കുറച്ചും കൂടി എന്താ പറയുക ബ്രോഡർ സെക്ഷനിൽ കുറച്ചും കൂടി നാരോ ഡൗൺ ചെയ്ത് വേണ്ട ആൾക്കാരെ മാത്രം ഇനിയും അത് നാരോ ഡൗൺ ബെറ്റർ ആയി എന്നുള്ളതാണ് V3 looks forward to Huddle Global 2026. Well, thanks for the guest appearance. Thank you. അപ്പോൾ നമ്മളൊപ്പം നിവിൻ പോളിനെ ഹഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് കൊണ്ടുവന്ന
ഫൗണ്ടറാണുള്ളത്. എക്സ് ഇന്റർവെൽ ഫൗണ്ടറാണ് റമീസ്. അപ്പോൾ എങ്ങനെയുണ്ട് അതിൽ ആള് പോയില്ലേ? പോയി വന്ദേ ഭാരതിലാ പോയി. ഓക്കെ, ഹൗസ് ഇസ് എക്സ്പീരിയൻസ് ഹഡിൽ വന്നിട്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ആദ്യത്തെ ഹഡിലല്ല, നമ്മൾ പിച്ച വെച്ച ഗ്രൗണ്ടാണ് ശരിക്കും ഹഡിൽ. പക്ഷെ നമ്മൾ പല ഫേസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഏർലി സ്റ്റേജിൽ വന്നിട്ടുണ്ട്, സ്കെയിലിംഗ് സ്റ്റേജിൽ വന്നിട്ടുണ്ട്. എക്സിന് ശേഷമുള്ള ഫസ്റ്റ് ഹഡിലാണ്. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ കൊല്ലം ഹഡിൽ വരുമ്പോൾ സെയിം ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ അവര് സ്റ്റോൾ എടുക്കണു, പിന്നെ സ്പോൺസർ ആവും, പിന്നെ ലൈക്ക് നമുക്ക് ഗ്രോത്ത് കാണാം എല്ലാവരുടെയും. ഇപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനം. അപ്പൊ നമ്മൾ ഫണ്ടിങ് മേനിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് പിച്ച് ചെയ്തുകൊണ്ടിരുന്നവരാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് സ്റ്റേജിലുള്ളത്. അപ്പൊ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഫൗണ്ടേഴ്സും ഗ്രോ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യം. ഈ നിവിൻ പറ്റി പറയാൻ എന്തൊക്കെയായിരിക്കും ഷെയർ ചെയ്യാൻ പറ്റുക? പറഞ്ഞില്ല. ഇല്ല, കാരണം നമ്മളിപ്പോഴും ഒരു ബേസിക് ഐഡിയയും നമുക്കൊരു വിഷനുമേ ഉള്ളൂ. ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു അടുത്ത GTA അല്ലെങ്കിൽ അടുത്ത സ്ട്രേഞ്ചർ തിങ്സ് അല്ലെങ്കിൽ K-ഡ്രാമ പോലെ നമുക്ക് നമ്മുടെ മോളിവുഡിന്റെ കോണ്ടന്റിനെ ഗ്ലോബലി നമുക്ക് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അത് എല്ലാ IPയും ഇപ്പം ഗെയിം ആവാം, ചിലപ്പോൾ കോമിക്സ് ആവാം, ചിലപ്പോൾ ആനിമേഷൻ ആവാം. അപ്പൊ അതിന് ഇവിടെ ടാലൻസ് ഇങ്ങോട്ട് വരണം, നമുക്ക് ഇൻബൗണ്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ എല്ലാ ടാലൻസിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. അവരെ വേൾഡ് ക്ലാസ് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സ്കിൽ ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു അപ്സ്കില്ലിംഗ് ലെയർ ഉണ്ട്. അതുപോലെ തന്നെ അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ മോണിറ്റൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ ആയിരിക്കും മേ ബി നിവിന് നല്ല വാല്യൂഡേഷൻ തരാൻ പറ്റുക. കാരണം നിവിന് ഓൾറെഡി ഒരുപാട് ചാനൽസ് ഉണ്ട്, പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പോൾ അത് നല്ല കോംപ്ലിമെന്ററി സ്കിൽസ് ആണ്. അപ്പോൾ എനിക്ക് 8 ലെയർ ബിൽഡ് ചെയ്യാൻ പറ്റും, നിവിന് ഇതിനെ മെർച്ചൻഡൈസ് ചെയ്യാനും മോണിറ്റൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആവും തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് വരുന്നത്. അത് ലൈക്ക് എനിക്ക് ആക്ടർ വേണമെന്നില്ല. ഇഫ് ഐ വുഡ് ഗോ ഫോർ സം ആക്ടർ, ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ ഫൈൻഡ് സംവൺ. ഓക്കെ, DQ ആസ് ബ്രാൻഡ് ഇറ്റ്സ് ഓക്കെ, സൂപ്പർ ഫൈൻ, അടിപൊളിയാണ്. DQ, വി ലവ് DQ. ഓക്കെ, പക്ഷേ DQ എത്രത്തോളം അവൈലബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ഈസ് ലൈക്ക് എ പാൻ ഇന്ത്യൻ സ്റ്റാർ ആൻഡ് ഹി ഹാസ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. പക്ഷേ നിവിൻ ഈസ് ലൈക്ക് നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈഗറായിട്ട് കാര്യങ്ങൾ പഠിക്കാനും ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് നിവിന്. അപ്പം DQക്ക് എത്രത്തോളം അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നിവിനായിരുന്നു. ബിക്കോസ് നിവിന് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ആ ഒരു ക്രൈവ് അവനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രൈവ് സ്റ്റാർട്ട് ചെയ്തത്. യെസ്, നമ്മൾ അങ്ങനെ ഒരു ബ്രിഡ്ജ് ആക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ നിവിൻ വരുന്നു, അതുമൂലം ബോളിവുഡിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ആസ്റ്റൺ കച്ചർ ഉണ്ടല്ലോ, ഉണ്ട്, റിയാൻ റിനോൾഡ്സ് ഉണ്ട്, ബോളിവുഡിനും SF-നും ബ്രിഡ്ജ് ചെയ്ത ആൾക്കാർ. അതുപോലെ സംഭവം ഇവിടെ സംഭവിക്കാവുന്ന. ഇപ്പം ബോളിവുഡിൽ വെരി ആക്റ്റീവ്ലി രൺവീർ, ആലിയ എല്ലാവരും ചെയ്യുന്നുണ്ട്. അതുപോലെ നിവിൻ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ പോസ്റ്റർ ബോയ് ആയിരിക്കുകയാണ്. ഇപ്പോൾ അത് ബ്രിഡ്ജ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഹഡിൽ ഗ്ലോബലിലാണ്. ലാസ്റ്റ് ഇയർ ജോബിൻ വന്നത് നിങ്ങളോ? ജോബിൻ ബിഗ് ഫാൻ സാർ, ബിഗ് ഫാൻ. വർഷങ്ങളായിട്ട് ഫോളോവറാ. സെൽഫി എടുത്തോളാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട് ജോബിൻ? ലാസ്റ്റ് ഹഡിൽ വന്നായിരുന്നു നമ്മള്. അതെ, വേഴ്സസ് ദിസ് വൺ എന്തായിരുന്നു? പിന്നെ KP ഷോസിൽ വന്നിരുന്നു. ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. KP ഷോസിന്റെ ഒരു ഇവോൾവേഷൻ ആണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഒരു 10x അടിപൊളിയായെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ കോൺവെർസേഷൻ ആയാലും വന്ന പീപ്പിൾസ് ആയാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ലൈക്ക് ഹഡിലാണെന്ന് പറഞ്ഞാലും ഈ പ്രാവശ്യം കുറച്ചും കൂടെ നല്ല അടിപൊളി സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് എനിക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് പ്രൊഡക്ട്സ് കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് കുറവായിരുന്നു. ബട്ട് ഇവൻച്വലി ഒരു 2-3 പ്രൊഡക്ട്സ് മാത്രമേ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. ഞാനും അടിപൊളി എല്ലാ പ്രൊഡക്ട്സിന്റെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ബട്ട് എനിക്ക് അത് അൺസാറ്റിസ്ഫൈഡ് ആയിപ്പോയി. ബട്ട് ലൈക്ക് ബാക്കി ഓവറോൾ നോക്കുമ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇന്നലെ ജോബ് ക്യൂരിയന്റെ പരിപാടി ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു. ഒരു നോർമൽ ഒരു ടെക് കൈൻഡ് ഓഫ് ഒരു അടുത്ത കൈൻഡ് ഓഫ് version 2 ആണ്. I would say I hope this Huddle 2020 also get back better. അതെ. I think ഞാൻ ലാസ്റ്റ് ഇയറോട്ടാണ് ട്രാക്ക് തുടങ്ങിയത്, ബട്ട് ഓവർ ദി ഇയേഴ്സ് ഹാസ് ഇംപ്രൂവ്ഡ്. സോ ആ ഒരു സംഭവം ഉണ്ട്. മുമ്പൊക്കെ പിള്ളേരൊക്കെ ആയിരുന്നു. അതെ, ഒഫീഷ്യൽസ് ആണ്. അത് മാത്രമല്ല വേറൊരു സംഭവം കണ്ടെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ പോയപ്പോൾ ഒരു പ്രൊഡക്റ്റ് സ്റ്റാളിൽ ഒരു കോക്കനട്ട് പറിക്കുന്ന ഒരു മെഷീൻ ഒരു ഫൗണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ വർഷം പുള്ളിക്ക് അതൊരു ഐഡിയ ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഒന്ന് പല പ്രൊഡക്ട്സും കണ്ട് ഇൻസ്പയർ ആയി പുള്ളി ഗ്രാൻഡ് എടുത്ത് KSMന്റെ അണ്ടറിൽ സാധനം സെറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ഇമ്പാക്ട്ഫുൾ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വഴി ഒരുക്കുന്നുണ്ട് KSM എന്തായാലും, അതുപോലെ തന്നെ ഹഡിൽ ഗ്ലോബൽ എന്തായാലും. അതെ, ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു നമ്മളൊരു ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ ജൈട്രിക്സ് ലെവലിലോട്ട് വളരണം എന്നുള്ളതാണ് ഒരു വെക്കേണ്ടത്. ക്വാളിറ്റിയിലാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, നോട്ട് ക്വാണ്ടിറ്റി. കാരണം ജൈറ്റെക്സ് പോകുമ്പോൾ
10-15 ആൾക്കാരുണ്ട് ഹാർഡ് ടു സീ എവരിതിങ്. പക്ഷെ അവിടെ ക്വാളിറ്റി ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ then it's a massive അതെ thing. അതെ അതെ അതായത് ഓരോ വരുന്ന ആൾക്കാരുടെ ഒരു എന്താ why did they came for and what value out they get from it. ഒബ്സസ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ this is a next level thing. People look forward to Jitex look forward എന്ന പോലെ തന്നെ ഇതിനും ലുക്ക് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് സോ മച്ച്. ഓക്കെ, താങ്ക് യു. സച്ചിൻ നമ്മുടെ KPH ഹാക്കത്തോണിൽ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തായിരുന്നു. നമുക്ക് ചോദിച്ചറിയാം ഹഡിൽ ഗ്ലോബൽ നമ്മൾ അഗൈൻ മീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് സോഫാർ? 3 months കഴിഞ്ഞല്ലോ. 3 months കഴിഞ്ഞു. ഇപ്പം അന്ന് KPH കഴിഞ്ഞിട്ട് ഇപ്പം 3 months ആയി. സോ ഇപ്പം നമുക്ക് ചെറിയൊരു കൺവേർഷൻസ് വരുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്ട്രഗ്ലിങ് തന്നെയാണ് ഇപ്പോഴും, എന്നാലും യൂസേഴ്സ് വരുന്നുണ്ട്. നമ്മൾ യൂസേഴ്സിനെ കൂടുതലും ഐഡൻറ്റിഫൈ ട്രാക്ക് ചെയ്യുക എന്നുള്ളൊരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ KPHൻ്റെ ആണെങ്കിലും മീറ്റപ്സും അതുപോലെ ഓൺലൈൻ മീറ്റിംഗ് എല്ലാം റിയലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതായത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു യൂസർ ഉപയോഗിക്കുന്നുണ്ട്. ഹൂ ഇസ് ദാറ്റ് പർട്ടിക്കുലർ ICP-നുള്ളത് ഒന്നും ഡബിൾ ടാപ്പ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി ബിൽഡ് ചെയ്യുമ്പോഴാണ് ആ സാധനം റെഡി ആവുന്നത്. അല്ലെങ്കിൽ വന്ന ആൾക്കാർ ഉപയോഗിച്ച് പോകും, അതിനപ്പുറത്തേക്കുള്ള ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യേണ്ട സംഭവമാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മാസ്റ്റർ ക്ലാസ് എന്തോ നടത്തിയിട്ടുണ്ട്. PMF ആ അർജുൻ പോലുള്ള മാസ്റ്റർ ക്ലാസ് കൂടി റിയലി ഹെൽപ്പ്. അതാണ് വൺ സെക്ഷൻ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൗ ഡു പീപ്പിൾ ഫൈൻഡ് ദിസ് ടൂൾ, അവിടെ കണ്ടന്റ് ത്രൂ എങ്ങനെ സ്കെയിൽ ചെയ്യാനുള്ളത്, അതിൻ്റെ കുറച്ച് റെക്കോർഡിങ്സ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും ഹോപ്പ്ഫുള്ളി യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് മൈ സൈഡ് ഫ്രം പ്രൊഡക്റ്റ്. പിന്നെ ഹഡിൽ ഗ്ലോബൽ, ഹൗ ഇസ് ഇറ്റ്? ഹഡിൽ ഗ്ലോബൽ അടിപൊളിയാണ്. ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ബെറ്റർ ആയിട്ട് ഓവർ ദി ഇയേഴ്സ് ബെറ്റർ ആയിട്ടുണ്ട്. 3ാമത്തെ ഐ തിങ്ക് ഫസ്റ്റ് ഇയർ ഐ തിങ്ക് കുറച്ച് പിള്ളേരെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് പ്രൊഫഷനിലേക്ക് മാറി. പിന്നെ ഇത്രയും ബെറ്റർ ആണ്. ഐ തിങ്ക് ഒരു വേർഷൻ 3 ഇത്രയും ഫൈൻ ട്യൂൺ ആവുമെന്ന് വിചാരിക്കാം. അതെ 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 അതെ. ബട്ട് ഓവറോൾ ഇറ്റ്സ് ഗുഡ്. അതെ അതെ, തീർച്ചയായിട്ടും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആൾക്കാരാണെങ്കിലും ആ ഒരു എനർജി കാണാനുണ്ട്. ആൻഡ് ഫൗണ്ടേഴ്സ് എല്ലാവരും നല്ല അവരുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റഡ് ആണ് പ്രോഡക്റ്റ്, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഓവറോൾ അടിപൊളി. നമ്മുടെ കേരളത്തിൽ ഒന്നും ബിൽഡ് ചെയ്യുന്ന ഒന്നും നടക്കണില്ലെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഐ തിങ്ക് ഇവിടെയുള്ള വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ബിൽഡ് ചെയ്ത പല പ്രൊഡക്ട്സ് കാണാൻ പറ്റും. ബീറ്റ് ഓൺലൈൻ D2C ബ്രാൻഡ്സ് ആസ് വെൽ ഉണ്ട്. ഫുൾവ നമ്മുടെ എപ്പിസോഡ് സ്പോൺസേഴ്സ് ചെയ്തിട്ടുള്ളവരാണ്. ഷെഫ് പിള്ളേൻ്റെ ഒരു കിള്ള ആഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ ഫുൾവ ടീം കാലിക്കറ്റ് കസിൻസ് എന്ന ടീം ബിൽഡ് ഔട്ട് ചെയ്ത ഫുൾവ ഐ തിങ്ക് ഓവർ ദി മന്ത്സ് ഗ്രാജുവലി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇവൻ ഹഡിലായാലും ഒരു സ്പോൺസർ ആയിട്ട് വന്നിട്ടുണ്ട് അവർ. ഇവൻ ഐ തിങ്ക് ഇങ്ങനത്തെ കുറേ ബ്രാൻഡ്സ് പോപ്പ് ചെയ്യുന്നുണ്ട് ഫ്രം കേരള. അതൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത്. സോ കുഡോസ് ടു ഫുൾവ ടീം ഓൺ ബാഗിങ് ബിഗ് ഇൻഫ്ലുവൻസേഴ്സ് ആസ് വെൽ.